ഒരു പെണ്ണിനാ അങ്ങനെ തന്നെ കൈക്ക് പിടിച്ച് ഡോറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, കടി കയറിയിട്ട് കണ്ണ് കാണാണ്ടായിട്ട് ഇവന്. എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിയിട്ടേ കഴുകടാന്ന് പറഞ്ഞതാ ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത്. അത്രയും വേദന എന്ന് പറഞ്ഞാൽ പൊളഞ്ഞിങ്ങനെ ചാവും. ബ്ലഡ് മൂത്രമൊഴിക്കും, മനസ്സിലായോ? ബ്ലഡാണ് മൂത്രമൊഴിക്കുക. എനിക്ക് കിഡ്നി സ്റ്റോൺ. ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേന്ന് ഞാൻ ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നയാടാ. ഇങ്ങനെല്ലാം എന്നെ ആക്കിയെടുത്തതല്ലടാ, ഇതിൻ്റെ ആവശ്യമായിരുന്നടാ. എല്ലാവരെയും രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു പൊട്ടനെ പോലെ ജീവിച്ച എന്നെ ഒരു വില്ലനാക്കി മാറ്റിയില്ലടാ നീയെല്ലാം കൂടിയിട്ട്. ഞാൻ കാരണം ഇവിടെ പല കാര്യങ്ങളും സ്ക്രിപ്റ്റ് ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യലുണ്ട്. ജാസിൻ്റെ PC സ്ക്രിപ്റ്റ് അല്ല, ആ PC ജാസിക്ക് ഞാൻ കൊടുത്തത്. മനസ്സിലാ? ഒരിക്കലും തന്നല്ല. മമ്മൂനെ ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളോട് ഡിസ്റെസ്പെക്ട് ചെയ്തതിനെ അടിച്ചിട്ടുണ്ട്. മനസ്സിലാ? കുറേ കേസുണ്ടാവും. അതിപ്പോൾ ബാംഗ്ലൂർ കേസ് പറയണോ? ഫോൺ റെക്കോർഡിൽ നിന്ന് സാധനങ്ങൾ കിട്ടി. ഞാൻ അതിനെ കൊല്ലണ്ടേ, ഞാൻ തീർക്കട്ടെ, അവൻ്റെ പത്തിക്കടിച്ച് വീഴ്ത്തണ്ടേ. ഞാൻ ഒരു ഉറപ്പ് വരെ ഈ ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. ജാസിന്റെ കേസ് ഞാൻ പറഞ്ഞില്ല ആദ്യം മുതലേ. മമ്മൂന്റെ സാലറിന്റെ പ്രൂഫ് കണ്ടല്ലോ. ജാസിന്റെ കേസ് പറഞ്ഞ ജാസി ഇവിടെ വരുമ്പോൾ ജാസി പറഞ്ഞത് എനിക്ക് 5 പൈസ ഇടുന്ന വേണ്ട, എനിക്ക് ഇടുന്ന് ഞാൻ പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളാം. ഞാൻ പ്രൊമോഷൻ ചെയ്ത്, അതായത് ഇവൻ ആ സമയത്ത് മാസം പ്രൊമോഷൻ ചെയ്തിട്ട് 50,000 60,000 ഉണ്ടാക്കും. അത്ര കറക്റ്റ് എനിക്ക് അറിയില്ല. എന്തായാലും 50,000 മുകളിൽ ഇവൻ ഉണ്ടാക്കും. ഒരു പ്രൊമോഷന് 10,000 അങ്ങനെ 20,000 15,000 അങ്ങനെ എന്തോ കറക്റ്റ് അറിയില്ല. 10,000 അറൗണ്ടാണ്. ഓക്കെ, ഒരു മാസം ഒരു 5-6 പ്രൊമോഷൻ ചെയ്താൽ തന്നെ ആഴ്ചയിൽ 1 ഇട്ടാൽ തന്നെ പൈസയായി. അപ്പം ഞാൻ ഇവന് കൊടുക്കേണ്ട സാലറി ഇവൻ പ്രൊമോഷൻ ചെയ്ത് ഉണ്ടാക്കിക്കോളാം. ഓക്കെ, പിന്നെ ഇവന് ഇവിടെ നിന്ന് വലിയൊരു എക്സ്പോഷർ കിട്ടുക. 0 ഫോളോവേഴ്സിൽ വന്നിട്ട് ഇപ്പം എത്ര കെ ആയി, അത്രയും എക്സ്പോഷർ കിട്ടുക. ഓക്കെ, സാലറീൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ലൈവിൽ എല്ലാവർക്കും സാലറി ഉണ്ട്, ഇതിന് കറക്റ്റായിട്ട് ഓരോ രീതി ഉണ്ടെന്നെല്ലാം പറയുന്നത് നമ്മളെ ഗ്യാങ്ങിൻ്റെ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? ഇപ്പോൾ ആദിൽ എൻ്റെ കസിനാന്ന് പറഞ്ഞത് ആ റീച്ചിന് വേണ്ട ഓനെ കയറ്റിക്കൊണ്ടുവരാനാ. ഷമീർ എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താന്ന് പറഞ്ഞത് ഓനെ കയറ്റിക്കൊണ്ടുവരാനാ അല്ലേ? അതേപോലെ അസ്പാക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അസ്പാക്ക് എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്തിട്ടില്ല. അസ്പാക്കിൻ്റെ എല്ലാം സാധനം എനിക്ക് വരാണ്ട് മോനെ. അസ്പാക്ക് എൻ്റർ ആയ അതിൽ എടാ അവരെ ഇതിൽ അസ്പാക്ക് എൻ്റർ ആയതിനും എനിക്ക് പറയണം. അസ്പാക്ക് ഏടുന്നാ തുടങ്ങിയെന്ന്, അസ്പാക്കിന് എന്നോടുള്ള ദേഷ്യം ഏടുന്നാ തുടങ്ങിയെന്ന്. അസ്പാക്ക് എന്നോട് ആദ്യമായിട്ട് പൈസ ചോദിച്ചത് എന്തിന് ചോദിച്ചു? എന്ത് കാര്യത്തിന് വേണ്ടി എന്നോട് പൈസ ചോദിച്ചു? മൊത്തം സ്ക്രീൻഷോട്ടോ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലാ? ഡ്രഗ്സ് എവിഡൻസ് എല്ലാം തരും മോനെ. 3500+ പ്രൂഫുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലാ? വെറുതെ ഊമ്പായിരിക്കുന്നതല്ല, വെറുതെ കൊണച്ചിട്ട് പോകാതിരിക്കുന്നതല്ല. മനസ്സിലാ? എനിക്കിത് ഈ 3 മാസത്തെ എൻ്റെ പെയിനും മെല്ലെ റിലീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെല്ലെ ഇത് തീർക്കുന്നത്. എനിക്കിത് മെല്ലെ തീർക്കണം. ഞാൻ അത്രയും കരഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും വിഷമിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലാ? അതിൻ്റെ മുകളിലാണ് ഇന്നലെ വന്നിട്ട് അതിൻ്റെ ആവശ്യം എന്താ? പൈസ കിട്ടൂല എന്ന് ഉറപ്പായ ബ്ലാക്ക് മെയിലിൽ ഞാൻ വീഴുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ എന്താ അങ്ങ് റീച്ചിന് ഇറങ്ങുക. കിക്കിൽ വാച്ചിങ് കയറ്റാൻ വേണ്ടിയിട്ട് കോൺട്രവേഴ്സി ആയിട്ട് ഇറങ്ങിയേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ മോനെ, ഇതിൻ്റെ എല്ലാം ബാക്കി നേരത്തെ ഇങ്ങനെ പോകും. ഇതിൻ്റെ നാളെ ഇവരെ ഇത് അങ്ങനെയല്ല മറ്റേതാണെന്നും പറഞ്ഞിട്ട് വരും. എനിക്ക് തോന്നില്ല ഇതിൻ്റെ അപ്പുറത്ത് എന്താ ഇനി അവർക്ക് പറയാൻ കഴിയാടാ. എനിക്കറിയില്ല കേട്ടോ. അത് പറയും ഇത് പറയും. ഞാൻ പറയാം, ഇവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 1 മാസത്തോളം ഞാനിങ്ങനെ വന്ന് റിയാക്ട് ചെയ്യും, ഇങ്ങനെ ഷമീർ റോസസ് തൊപ്പി എന്ന് പറഞ്ഞൊരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവനത് മതി. ഇവൻ്റെ വില പോയാൽ ഇതൊന്നും ഇവന് പൈസ കിട്ടിയാൽ മതി. മനസ്സിലായി? ഇവന് പൈസ കിട്ടിയാൽ മതി, നെഗറ്റീവ് ആണെങ്കിൽ റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കിക്കിൽ ഈ സാധനം വന്നിട്ട് കളിക്കുന്നത്. മനസ്സിലാവും? ഓക്കെ, സാലറി പ്രൂഫ് ജാസിൻ്റെ സാലറി പ്രൂഫാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പ്രൊമോഷൻ. ഇവൻ പറയുന്നത് ഇവൻ്റെ 10 പൈസ കിട്ടിയിട്ടില്ല, ഇവൻ്റെ പ്രൊമോഷൻ്റെ പൈസ അല്ല ഞാനാണ് എടുക്കുന്നതെന്ന്. ഒരു പ്രൂഫ് ഇവൻ്റെ 1 രൂപ എൻ്റെയിലേക്ക് വന്നതിൻ്റെ പ്രൂഫ്, 1 രൂപ വന്നതിൻ്റെ പ്രൂഫ് കാണിക്കടാ. 1 രൂപ അല്ലെങ്കിൽ വേണ്ടടാ. ഓൻ ചെയ്ത പ്രൊമോഷൻ ചെയ്ത ഷോപ്പുകളില്ലേ, അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരായിരിക്കും പൈസ അയച്ചതെന്ന് ചോദിക്കും. അപ്പം അവരേലുണ്ടാവല്ലോ പ്രൂഫ്, അടുത്തേക്ക് പൈസ പോയെന്ന്. അവരേലുണ്ടാവും. മനസ്സിലാവും? എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ കയ്യിലേക്കോ 1 രൂപ ഇവനെല്ലാം മാസം എത്ര പ്രൊമോഷൻ ചെയ്ത് എത്ര പ്രൊമോഷൻ ചെയ്യാണ്ട് പൈസ വാങ്ങിയിട്ടേ ഇപ്പോൾ എത്ര പെൻഡിങ് ഉണ്ടാവും ആർക്കറിയാം? എത്ര പൈസ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജാസി എന്നെല്ലാം പറഞ്ഞ ബോൺ സ്കാമറാണ്. ഇവൻ ഇവിടെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇവനൊരു
ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ അറിയുന്നത് ഇവനെ ആരെല്ലോ പറ്റിച്ച് എന്തെല്ലോ കേസ് അതെല്ലാം ഇവിടത്തേക്ക് വലിച്ചു വിടണമെന്ന് എനിക്കറിയില്ല. അതെല്ലാം ഇതാക്കണമെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഈ ലൈവ് തുടങ്ങിയതിൻ്റെ മുന്നത്തെ അവൻ്റെ സ്റ്റോറിയിലേക്ക് പോകേണ്ടി വരും. നല്ല ടൈം എടുക്കും. അതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ ആയിട്ട് വരും. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫായിട്ട് ഞാൻ വരും. ഓക്കെ, ഇത് ബോൺ സ്കാമറാ, മനസ്സിലായോ? അങ്ങനെ എന്താ അപ്പോൾ ജാസിൻ്റെ സാലറി ഇത് എന്തെല്ലാം കളവ്. ഇതിന് അടുത്ത കളവെന്താ എന്നിട്ട് ഈ ജാസിൻ്റെ ഇത് സാലറി നിൽക്കാൻ കാരണം എന്താ, ഇവൻ്റെ പ്രൊമോഷൻ നിൽക്കാൻ കാരണം എന്താ, ഇവൻ സ്കാം ചെയ്യുന്നത് ഞാൻ പിടിച്ചു, മനസ്സിലായി? എൻ്റെ കേസറ്റ് വഴിയാന്ന് എനിക്ക് വന്നത്, ഓൻ പറയട്ടില്ലാന്ന്. എൻ്റെ കേസറ്റ് വഴി അതിന് മുന്നേ വേറെ പല വഴിയും വന്നു. ഓക്കെ, എൻ്റെ മെയിലിൽ വരെ വന്നു. എൻ്റെ പല മെസ്സേജുകളിൽ ഇതിൽ ഇവൻ പ്രൂഫാ അല്ല ഇവൻ ഇത് സ്കാമാ ഇതാ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തരും. എടാ ജാസിൻ്റെ എന്തെങ്കിലും പ്രൂഫ് നിങ്ങൾക്ക് പെട്ടെന്ന് എടാ ഈ 3500 ഇതെല്ലാം തിരഞ്ഞെടുക്കാൻ പാടാ. കാണിക്കണോ ജാസിൻ്റെ പ്രൂഫ് കാണിക്കണോ? നേരെ അടുത്ത വിഷയത്തിലേക്ക് പോകണത് ജാസിൻ്റെ സ്കാം പ്രൂഫുകൾ കാണിക്കണോ? ഇതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഭയങ്കര ലെങ്തി ആയി പോവും. പി സി അതാ ഇത് ഇങ്ങനെ ഇത് നല്ല കേട്ടോ. ഈ ഇങ്ങനെ ചാറ്റിൽ നിങ്ങളിങ്ങനെ ഓരോന്ന് പറയുന്ന കണക്കായിട്ട് ഞാൻ റിപ്ലൈ പറയാം. ഓക്കെ, പി സി ജാസിക്കൊരു പി സി. ജാസിൻ്റെ ബർത്ത്ഡേ അന്നാന്ന് ജാസി എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇവിടെ എല്ലാവരോടും പറഞ്ഞത്. ഓക്കെ, ജാസിക്കൊരു പി സി എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇവിടെ പല കാര്യങ്ങളും സ്ക്രിപ്റ്റ് ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യലുണ്ട്. ജാസിൻ്റെ പി സി സ്ക്രിപ്റ്റ് അല്ല. ആ പി സി ജാസിക്ക് ഞാൻ കൊടുത്തതാണ്. ആ പി സി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓൻ പോകുമ്പോൾ ഞാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും എന്നെ കൊല്ലാൻ നോക്കിയാൽ ഞാൻ എന്തിനാ കൊടുത്തു വിടണം? ആ പി സിയിലാന്ന് ഓൻ ജാസി ലൈവ് തുടങ്ങിയത്. അത്രയും ദിവസം ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് ജാസി ആ പി സിയിലാ, മനസ്സിലായോ? എന്നിട്ട് ആ പി സി ഞാൻ തന്നില്ല, എന്തോ ചിപ്പ് മാറ്റാൻ തിരിച്ചെടുത്ത് എന്തെല്ലാം കളവ് പറയുമ്പോൾ എങ്ങനെയല്ല ഏതിലേക്കല്ല ഇവൻ പോകുന്നത്. ചിപ്പ് മാറ്റാൻ പറ്റും. എടാ എനിക്ക് ഓൾറെഡി ഒരു പി സി ഉണ്ട്. ഈ 2 പി സി വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 2 പി സി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ലെങ്ത്ത് നോ പ്രോബ്ലം, ലെങ്ത്ത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു 4-5 മണിക്കൂറിൻ്റെ ലൈവ് ആകും മോനെ. ഇരുന്നിട്ടേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ മുത്തേ, സഹിക്കാൻ പറ്റാത്ത വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്താ ഡ്രഗ് പ്രൂഫ് ആണ് ഇപ്പം കാണിച്ചത്. ഇനിയും ഇങ്ങനെ ചകഞ്ഞോണ്ടുന്ന ഓരോന്നായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരുകയും ചെയ്യാം. ഇനോഗ്രേഷൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ഇനോഗ്രേഷനും ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചോ, ആരെങ്കിലും ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തിനെ അവർക്ക് അറിയില്ല. ജാസി ആരാ, ഏത് ജാസി? മമ്മൂനറിയാം. അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ മമ്മൂനറിയാം. മമ്മൂനെ കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് എന്നോട് പറയല്, മനസ്സിലായി? ഇനോഗ്രേഷന് എന്നെയാണ് വിളിക്കുന്നത്, മനസ്സിലാ? ഇവരുടെ മോശം ഇമേജ് മാറ്റാൻ വേണ്ടി ഇവരെ ഞാൻ വിളിച്ചു കൊണ്ടുപോകും, സ്റ്റേജിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി എല്ലാവർക്കും എക്സ്പോഷർ കൊടുത്ത് അത്രയും റീച്ച് കയറ്റി എന്നിട്ട് ഇവർ പറയാ ഇനോഗ്രേഷൻ മണി ഇവർക്ക് ആ സമയം. അങ്ങനെയാണെങ്കിൽ അന്നേ ഇനോഗ്രേഷൻ വരുന്നോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പൈസ വേണം, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും പറയാലോ അല്ലേ? ഈ മമ്മൂനെല്ലാം അത്രയും ഹെയ്റ്റും ഇതും ആ കുളിസീൻ്റെ എല്ലാം കയറ്റില്ല. ആ ഹെയ്റ്റെല്ലാം എങ്ങനെയെങ്കിലും മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലാ പരിപാടിക്കും ഞാൻ എൻ്റെ ക്യാമറ ഫേസ് കാടെല്ലാം വരും, അടെല്ലാം ഇവനെ ഞാൻ മുന്നിൽ കാണിക്കും. എല്ലാ സ്റ്റേജിലും കയറി. എന്തിൻ്റെ ആവശ്യമുണ്ട്? എന്നെയാണ് പരിപാടികൾക്ക് വിളിക്കുന്നത്, എന്നെയാണ് പ്രൊമോഷനെ വിളിക്കുന്നത്, ഇവന്മാരെ അല്ല, മനസ്സിലാവും? ടി വി സ്ക്രിപ്റ്റാണ്. അതായത് എന്തായിരുന്നു ടി വിൻ്റെ കറക്റ്റ് എന്തായിരുന്നു? ഇത് എത്ര കാലം മുന്നേ നടന്ന ടി വിൻ്റെ എന്തായിരുന്നു റാമുനു? ടി വിന് എന്താന്ന് സംഭവിച്ചത്? ജാസി തൂങ്ങിപ്പോയി ടി വി അടിച്ചു പൊട്ടിച്ചു അല്ല? ആ സ്ക്രിപ്റ്റാണ്. അതായത് അതിന് മുന്നേ കറക്റ്റ് എന്താ പ്ലാൻ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. അതെ, ബാംബു വോയിസിൻ്റെ സ്ട്രീം ചെയ്യും. അങ്ങനെ ബാംബു വോയിസിൻ്റെ സ്ട്രീം ചെയ്യുന്നു, ക്രേസി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്നു. ജാസി നേരെ തൂങ്ങിപ്പിടിച്ച് ടി വിക്ക് പോയി ചവിട്ടി ടി വി പൊട്ടിക്കുമെന്ന് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. അതായത് ഇങ്ങനെ തൂങ്ങിപ്പോയിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. അത് ഓൾറെഡി ഇതായ ടി വി ആയിരുന്നു. ഓക്കെ, ഓൾറെഡി ഡിസ്പ്ലേയിൽ വരയോ എന്തോ വീണ ടി വി ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറ്റേ, ഇങ്ങനെ എന്തെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അത് കണ്ടിട്ട് എത്ര ആൾക്കാർ ചിരിച്ചു. ഇങ്ങനെ എന്തെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഇരുന്നിട്ട് എന്തെല്ലാം കേസ്. ഞാൻ കാര്യം പറ്റേ, ഇവിടെ സ്ക്രിപ്റ്റിന് നിൽക്കാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ഷമീറാണ്. ഷമീർ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്താലും ഷമീറിൻ്റെതായ ഒരു ഇതാക്കണം, മനസ്സിലാവും? ഷമീറിന് ഓൻ്റെ ഒരു, അതായത് ഓനക്ക് എപ്പോഴും ഓനൊന്നും പുറത്ത് അറിയില്ല, പക്ഷെ ഓനക്ക് എപ്പോഴും ഓൻ്റെ ഉള്ളിൽ
ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എനിക്ക് എന്നെക്കാളും വളരണം എന്നുള്ള സാധനം ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ കാര്യം പറയില്ല. ഷഡ്ഡി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതാ നമ്മളെ സ്പിൻ വീല് അല്ലേ. അതിൽ സ്പീഡിൽ നടക്കുമ്പോൾ വേന എടുക്കുന്നു. എടാ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇത് കഴിഞ്ഞപാട് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മളെ സ്പിൻ വീല്. ഇത് ഏടെ നിൽക്കും എന്നുള്ളത് ആർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? ഇതിലെപ്പം ഷഡ്ഡി വരുമെന്നോ ആർക്ക് ഷഡ്ഡി വരുമെന്നോ ആർക്ക് പറയാൻ പറ്റും? അതെങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും? ഷമീർ പറഞ്ഞാൽ ഷമീറിനെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ ഷഡ്ഡി ഇട്ട് തുള്ളിപ്പിച്ചെന്ന്. ഇതിൽ ആർക്കും വേണമെങ്കിലും ഷഡ്ഡി ഡാൻസ് എന്ന് പറഞ്ഞ സാധനം വരാം. അത് വരുന്ന ആൾ ചെയ്യണം, മനസ്സിലാവും? അതാണ് റൂള് അല്ലേ? ആണോ? നിങ്ങൾ ലൈവ് കണ്ട ആൾക്കാരുണ്ടല്ലോ, ആണോ? എന്നിട്ട് അവൻ പറയാം ഞാൻ ഇത് ഷഡ്ഡിട്ട് അവനെ നിർബന്ധിച്ച് തുള്ളിപ്പിച്ച. എടാ മറക്കാൻ വേണ്ടിയിട്ടാ. ഇവൻ എൻ്റെ പേരിൽ എല്ലാ തെറ്റുകളും ഇട്ടിട്ട് ഇവന് നല്ലവനാകാൻ വേണ്ടിയിട്ട് ഇവനെങ്ങനെയാണ് നല്ലവനാവുക? ഞാൻ ഒരു കാര്യം പറയട്ടെ, ബാക്കി മൊത്തം സാധനങ്ങൾ ഞാൻ പറയട്ടെ. ഇവനെങ്ങനെയാണ് ഇത് എനിക്കറിയില്ല കേട്ടോ. ഇവനെങ്ങനെ ഇത് വെളുപ്പിക്കാൻ പോകുന്നത്? ഹൗ ബ്രോ? ചെക്ക് എന്ന് പറയുന്നുണ്ട് ബ്രോ. മമ്മു പറഞ്ഞു യുമ്മടെ ഹിം ക്ലീൻ. ബ്രോ മമ്മു പറഞ്ഞു യുമ്മടെ ഹിം ക്ലീൻ യുവർ ഷെഡ്ഡി. സത്യമാണ്. അവൻ്റെ ഫേസ് ചവിട്ടി പറഞ്ഞു ഐ ജസ്റ്റ് വാണ്ട് ഹിയർ ഫ്രം യു ബ്രോ. യെസ്, പറഞ്ഞുതരാം. ഉള്ളതുള്ള പോലെ ഞാൻ പറയും. മമ്മുവിൻ്റെ മുഖത്ത് ഞാൻ ചവിട്ടിയിട്ടുണ്ട്. ഞാൻ കിടക്കുമായിരുന്നു, മമ്മു നിൽക്കുമായിരുന്നു. അല്ല മമ്മു നിൽക്കുമായിരുന്നു, ഞാൻ ഇത് ഒരു 4-5 മാസം മുമ്പ് 5-6 മാസം മുമ്പുള്ള കേസാണ്. ഷെയ്ഖിൻ്റെ വീട്ടിലാണ് സംഭവം. ഓക്കെ, ഷെയ്ഖിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അതെങ്ങനെ, നീ ഉണ്ടായിരുന്നാ? മുന്നുണ്ടായിരുന്നാ? വേറെ ആരും ഉണ്ടായിരുന്നത്? റാംബോ, ഇത് ഓർത്തെടുക്കണോടാ. ഇതില്ലേ? ഇല്ല, എനിക്ക് ഇതിൽ കളവ് ചേർക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ്. കാരണം നാളെ വന്നിട്ടേ ഞാനിതിൽ പറയുന്നത് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവർ നാളെ വന്നിട്ട് അതും പറഞ്ഞിട്ടായിരിക്കും ഇനി പിടിക്കുക. ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് നടന്ന പോലെ എനിക്ക് പറയണം. ഷെയ്ഖിന്റെ വീട്ടിൽ ചവിട്ടുമ്പോൾ മമ്മു നിൽക്കുമായിരുന്നു, ഞാൻ നിൽക്കുമായിരുന്നു. മമ്മു കട്ടിലിരിക്കുന്നു. ഓക്കെ, ഞാൻ പറയാം. ഞാൻ കട്ടിലിൽ കിടക്കുന്നു, മമ്മു കട്ടിലിൽ ഇരിക്കുന്നു. ഓക്കെ, അതായത് അവിടെ ഞാൻ മോന്തക്ക് അടിക്കുകയെന്ന് ശരിക്കും ചെയ്യേണ്ടത്. മോന്തക്ക് ശരിക്കും അടിക്കുക ചെയ്യേണ്ട. അത് അതിൻ്റെ കാരണം കൂടി കേൾക്കണം. വാഷിങ്ങിന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അതിൻ്റെ കാരണം കൂടി കേൾക്കണം. നിങ്ങൾ ഈ മമ്മൂൻ്റെ മുഖത്ത് ചവിട്ടി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിന്തിക്കുന്നത്? ഞാൻ അവിടെ വെക്കുന്നു, മമ്മ അവിടെ വെക്കുന്നു, ഞാൻ മറ്റേ ജാക്കി ചാനെ പോലെ ഇതിലേക്ക് ചവിട്ടുന്നു. എടാ നമ്മളെല്ലാവരും ചില്ല് ചെയ്ത് ബെഡിൽ കിടക്കുക, മനസ്സിലായി? അപ്പം എൻ്റെ കാലിൻ്റെ ഭാഗത്താണ് ഇവന് ഇരിക്കുന്നത്, മനസ്സിലാ? എനിക്ക് എണീച്ച് മൊത്തം അടിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചവിട്ട് കൊടുത്തു. ഒറ്റ ചവിട്ട്, ഒരു ചെറിയൊരു ചവിട്ട്. ഓക്കെ, എന്തിന് ഷെയ്ഖിൻ്റെ വീട്ടിൽ നമ്മൾ എന്തിനു പോയി? ഡേറ്റ്. ഇതെല്ലാം അന്വേഷിച്ചേ. അവരെന്താ പറഞ്ഞത്? ഞാൻ എന്തിനു ചവിട്ടിയെന്ന് അവർ പറഞ്ഞത്? ആ എന്തോ ഇതാക്കാൻ വേണ്ടിട്ടോ. ഇവന് എന്താ സംഭവം? അന്നത്തെ ഡേറ്റ് അടക്കം ചിന്തിച്ചാൽ അന്ന് ആ സമയത്താണ് ഞാൻ എജു താലിം എന്ന് പറഞ്ഞിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോ എടുക്കാൻ പോയത്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയപ്പം അവരൊരു ഐഡിയ പറഞ്ഞു, മമ്മൂനെ പഠിപ്പിച്ചാലോ. ഓക്കെ, മമ്മൂന് വിദ്യാഭ്യാസവും ഇല്ല. മമ്മൂനാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞുതരാം. മറ്റേ ഞരമ്പൻ സ്വഭാവങ്ങൾ ഞാൻ ഒരു കാര്യം പറ്റും, അതെല്ലാം ഞാൻ കവറപ്പ് ചെയ്ത് ഇവനെ നന്നാക്കാൻ നോക്കി. ഞാനാ മണ്ടൻ. ഒരിക്കലും നന്നാവില്ല അവനൊന്നും, മനസ്സിലാ? ഒരിക്കലും നന്നല്ല. മമ്മൂനെ ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളോട് ഡിസ്റെസ്പെക്ട് ചെയ്തതിനെ അടിച്ചിട്ടുണ്ട്, മനസ്സിലാ? കുറേ കേസുണ്ടാവും. അതിപ്പം ബാംഗ്ലൂർ കേസ് പറയണോ? പേര് പറയില്ല, ആ പെണ്ണിന് സീനാവൂലേ? ഒരു പെണ്ണിനെ പിടിച്ച് ഡോറിന്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയിട്ട് ഇവന്റെ ഈ കുളിസീൻ സ്വഭാവം ഒന്നല്ല. ഇവൻ ഞാൻ കാരണം ഈ മമ്മു എന്ന് പറഞ്ഞ ആള് ബുദ്ധിയില്ലാത്ത മണ്ടനൊന്നല്ല. ഇവൻ പണിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ചെയ്ത് നടന്നത്. ഈ 2 കൊല്ലം ഇവൻ എഴുതാനും വായിക്കാൻ അറിയില്ല എന്ന് എന്നോട് പറഞ്ഞത്. ഇവനെല്ലാം അറിയാം. ഇത് ബുദ്ധിയില്ലാത്തവനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവനെന്ത് ചെയ്താലും എല്ലാവരും പൊട്ടനാന്ന് വിചാരിച്ച് നിൽക്കും. അതിന് വേണ്ടി നിൽക്കുന്ന ഇവൻ ഒരു പെണ്ണിനാ ബാംഗ്ലൂർ വെച്ചിട്ട് അങ്ങനെ തന്നെ കൈക്ക് പിടിച്ച് ഡോറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, കടി കയറിയിട്ട് കണ്ണ് കാണാണ്ടായിട്ട് ഇവന്. ഇവളെന്തോ ചിരിച്ച് കാണിക്കുക, എന്തോ ഫ്രണ്ട്ലി ആയി. ഇവള് നമ്മളെല്ലാവരുമായിട്ട് അവിടെ ഇങ്ങനെ കമ്പനി അടിച്ച് നിൽക്കുമ്പോൾ എന്തോ ഇവനോട് നല്ല എന്തോ രീതിയിൽ എന്തോ കമ്പനി ആയതോ ചിരിച്ച് കാണിച്ചപ്പോൾ ഇവൻ കൈ പിടിച്ച് ഡോറിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റി. മൊത്തം സീനായില്ലേ. എന്നോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രം ആ പെണ്ണ് കേസിന് പോയില്ല. ഓക്കെ, കേസിന് പോയില്ല.
അത് ഞാൻ പറയല്ല, ഇപ്പം ആണെങ്കിൽ എനിക്കറിയില്ല, ഓളെ പേര് പറഞ്ഞത് ശരിയാണെന്ന് അറിയില്ല, ഓൾ ഇനി നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓള് വന്ന് പറയും. ഓക്കെ, ഓള് വന്ന് പറയും. അതിന് ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട്, ഇവൻ്റെ മോന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, തന്തയില്ലായ്മ ചെയ്തതിന് മോന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം അതിന് മുന്നേ എന്തിനാ കുറേ പ്രാവശ്യം ഞാൻ ഒരു 3-4 വട്ടം എന്തായാലും ഇവനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ലാസ്റ്റ് അടിച്ചതാണ് ഈ കാലിനെ കൊണ്ടുള്ള ചവിട്ട് മുഖത്ത്. എന്തിന് എജു താലിബിൻ്റെ എഡ്യൂക്കേഷൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു മമ്മൂനെ പഠിപ്പിക്കാം, മമ്മൂന് എഡ്യൂക്കേഷൻ കൊടുക്കാം. അപ്പം മമ്മു എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, തെറി വിളിച്ചോണ്ട് അവൻ പറഞ്ഞത് തന്നെ, എന്നെ തെറി വിളിച്ചോണ്ട്, അതായത് അവൻ്റെ നല്ലത് ചിന്തിച്ച എന്നെ തെറി വിളിച്ചോണ്ട് എന്താ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു തെറിയും പ്ലസ് അവനിക്ക് പഠിക്കാൻ പറ്റൂല, ആദ്യം ഒരു കളി കളിക്കട്ടെ, ഇങ്ങനെയാണോ പറഞ്ഞത്, എന്തോ ഒരു തെറി പറഞ്ഞത്, തെറി മൈരാണെന്ന് ഇതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 5-6 മാസം മുമ്പുള്ളതാണ് തെറി. പ്ലസ് എന്നോട് എന്നെ ഭയങ്കര പുച്ഛത്തോടുകൂടി പഠിക്കാനൊന്നും കയ്യിലും മൈര, ആദ്യം കളി കളിക്കട്ടെ, അങ്ങനെ എന്തോ ഒരു സാധനം ഇവൻ പറഞ്ഞു. എനിക്ക് എൻ്റെ കൺട്രോൾ പൊട്ടി, കൊടുത്തു മുഖത്തൊരു ചവിട്ട്, മുഖത്തോ തലക്കോ ഇവിടെയോ സൈഡിലോ എവിടെയോ ചവിട്ടിയത്, ഇവിടെ ഒരു ചവിട്ട്. ഓക്കെ, ഇവിടെ ഒരു ചവിട്ടി ഉള്ളതുള്ള പോലെ ഞാൻ പറയും. ഓക്കെ, എന്താ അടുത്ത എന്താ ചെക്ക് സ്മാഷ് TP GF ഷഡ്ഡി കഴുകിച്ചു മൈര. ഓക്കെ, ഷഡ്ഡി കഴുകിച്ച കേസ്. ഇനി ഷഡ്ഡി കഴുകി ഞാൻ എന്തെല്ലാം പ്രൂഫ് വേണം നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഇവിടെ ഷഡ്ഡി കഴുകാൻ വേണ്ടിട്ട് ഇവിടെ ഒരാൾ ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ, ഒരാൾ മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? അതെന്താ, ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്, ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എൻ്റെ ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോൾ ഷർട്ട്, പാൻറ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല, ജാസി മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പോഴെങ്കിലും ടാസ്ക് കൊടുക്കാം. ഓക്കെ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, മനസ്സിലാവും. ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ്, ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൊട്ടയിൽ, ഈ ഡ്രസ്സിൽ കൊട്ടാന്ന് പറയുമ്പോൾ വേറെ വിചാരിക്കണ്ട, കൊട്ടാന്ന് പറയുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വരും ചാറ്റിൽ, അതല്ല ഇത് ബാസ്ക്കറ്റ്. ഓക്കെ, ബാസ്ക്കറ്റ് അങ്ങനെ ഒരു സംഭവം ബാക്കിയുണ്ടല്ലേ, വേണ്ട ഇതിപ്പം ഇതാണ് നമ്മളെ ഇത് തീരട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. മനസ്സിലായോ? കൊട്ടൻ്റെ കേസെല്ലാം അല്ല പിന്നെ പറയണ വേണ്ട, ഒന്നും ചെയ്തൊന്നും അല്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊന്നും ചതിയല്ല, മനസ്സിലായോ? അതൊന്നും ചതിയേ അല്ല, ഇത് എന്തൊരു ചതിയാടാ, മരിച്ചാലും പൊറുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞത്. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്, എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിയിട്ടേ കഴുകടാന്ന് പറഞ്ഞതാ, ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? എടാ, ഒരു വീടാകുമ്പോൾ ഒരു ഹോസ്റ്റലാകുമ്പോൾ എങ്ങനെയാ? എടാ, ഇവിടുത്തെ പണികൾ ആര് ചെയ്യും? ഇവിടെ 10 ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്, പിന്നെ പുറത്തുനിന്ന് സർവൻസിനെ ഞാൻ എന്തിനെടുക്കണം? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പണികൾ ചെയ്യും. ഓക്കെ, തീരെ പണിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള പണികൾ ചെയ്യും. ഓക്കെ, മെയിനായിട്ടുള്ള പണികൾ ഇവിടെ ചെയ്യുന്നത് മുനുവും റാംബോവും മൻസൂർക്കും, ഇങ്ങനെ കുറേ ആൾക്കാർ, പേര് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവർക്കെല്ലാം ജോലികളുണ്ട്, മെയിനായിട്ടുള്ള ജോലികളുണ്ട്, മീറ്റിംഗ്സും കാര്യങ്ങളും, ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടനെല്ലാം ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ, മനസ്സിലായോ? നീ ഷഡ്ഡി കഴിച്ചിട്ട് നിന്റെ ജോലിയാടാ, നായിൻ്റെ പോലെ നിന്റെ ജോലിയാടാ അത്. നിന്നെ ഇത്രയും കാലം തീറ്റിപ്പോയിട്ട് ഇത്ര പൈസ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയടാ നീ. എന്നാ പറയടാ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസന്റെ കണക്ക് നീ പറയണ. ഞാൻ കണക്ക് വെച്ചിട്ടില്ലടാ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്, മനസ്സിലായി? ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഇതിന്റെ കണക്ക് കിട്ടി, ഈ 2 അക്കൗണ്ടിന്റെ കണക്ക് കിട്ടി, വേറെ അക്കൗണ്ടിന്റെ കണക്ക് കിട്ടിയില്ല. അത് കിട്ടണം. ഞാൻ കയ്യിൽ നിനക്ക് തന്നതിന്റെ കണക്ക് നിനക്ക് പറയാൻ പറ്റൂടാ ലൈവില്? കുറച്ചെങ്കിലും നാണന്മാരുണ്ടെങ്കിൽ പറയടാ. നാറി. സെപ്പറേറ്റ് ഫുഡ്, എന്ത് സെപ്പറേറ്റ് ഫുഡടാ? എന്ത് എടാ, അതിൻ്റെ എന്തെങ്കിലും കോടിയുണ്ടോ? എടാ, അതിൻ്റെ എന്തെങ്കിലും കോടിയുണ്ടോ? സെപ്പറേറ്റ് ഫുഡ്. ഇവിടെ 10 ആൾക്കാർ ഉള്ളപ്പോൾ എല്ലാവർക്കും അവർ പറഞ്ഞതാ, ഇവിടെ 10 ആൾക്കാർ ഉള്ളപ്പോൾ എല്ലാവർക്കും സാമ്പാറും രസവും, എനിക്ക് മട്ടനും ചിക്കനും. ഇങ്ങനെയല്ല പറഞ്ഞത്, എല്ലാവർക്കും സാമ്പാറും ചോറും, എനിക്ക് മട്ടനും ചിക്കനും. പറഞ്ഞരാ കാണിച്ചു തരാം, എല്ലാത്തിൻ്റെയും കാണിച്ചു തരാം. എടാ, അതിൻ്റെ എന്തായിരുന്നു ഉണ്ടായിരുന്നേ?
ഉണ്ട്, ഇതിലുണ്ടോ? അതിൻ്റെ ഇപ്പം തരാം. എടാ ഞാനൊരു കാര്യം പറ്റേ, ഇവിടെ എല്ലാവർക്കും രസവും ചോറും എനിക്ക് ചിക്കനും ഇതുമാണെങ്കിൽ അവരൊരിക്കലും കോളിൽ ഇതിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ കോളിലും അതിനെക്കുറിച്ച് അങ്ങനെയല്ലേ പറയേണ്ടത് അല്ലേ? ആണോ? ഒരു ഓഡിയോ ഇപ്പം കേട്ടോ, ഇപ്പം വരും, ഇപ്പം സാധനം വരും. ഈ 3000 ഓഡിയോ വന്ന് ഇതെല്ലാം കട്ട് ചെയ്ത് എടുക്കാൻ തന്നെ ഒരു 15 ആൾക്കാരെ നിർത്തിക്കണം. ഇവിടെ ആകെ ഒരാൾ 2 ആളേ ഉള്ളൂ. ഇതൊന്ന് സോർട്ട് ചെയ്ത് എടുക്കണം. ഈകളുടെ സെയിം വന്നിട്ടുണ്ടല്ലോ. ഈകളെ കുറിച്ച് ഇപ്പം എനിക്കൊന്നും പറയാനില്ല മോനെ, ഈകളെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ വലിയ ഇഷ്യൂസ് നടക്കും. ഈകളുടെ എല്ലാം ചെറിയ കേസെന്ന് ഞാൻ പറയും. അന്ന് ഈകള് എല്ലാം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇതെല്ലാം ഇങ്ങനത്തെ ചതികളെല്ലാം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ മോനെ, അതെല്ലാം ഞാൻ മറന്ന് ഞങ്ങൾ ക്ഷമിച്ച് അതെല്ലാം പുറത്തു കൊടുത്തു പോട്ടേന്ന് വിചാരിച്ച്. അതെല്ലാം പിന്നെ സംസാരിക്കുന്നുണ്ട്, എപ്പെങ്കിലും സംസാരിക്കാൻ സംസാരിക്കേണ്ട പോലും ആവശ്യമില്ല അതൊന്നും. കാരണം ഇങ്ങനെ ഒന്നിച്ച് നിന്നിട്ട് ഇതാക്കിയിട്ട് ഉള്ള പണിയൊന്നും കാണിച്ചിട്ടില്ലടാ. ഞാൻ കാര്യം പറയാലോ. അടുത്ത പറഞ്ഞോ. അടുത്തെന്താ വേണ്ട പറ. എല്ലാത്തിനുള്ള പ്രൂഫായിട്ട് ഇരിക്കുന്നുണ്ട്, മനസ്സിലാവും? എല്ലാത്തിനുള്ള പ്രൂഫ് എന്താ വേണ്ടത് പറ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ നടക്കുമ്പോഴുള്ള വേദന എന്താ അറിയോ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവർ ഈ സാധനങ്ങൾ മൊത്തം പ്ലാൻ ചെയ്തിട്ട് ഇവരിത് പൊട്ടിക്കാൻ തിരഞ്ഞെടുത്ത ദിവസം എപ്പാന്നറിയോ? എനിക്കൊരു പ്രശ്നമുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് ഇതൊരിക്കലും ഞാൻ ഇവിടെ വന്ന് പറയൂലെന്ന് ഞാൻ വിചാരിച്ചതാ. എനിക്ക് കിഡ്നി സ്റ്റോണാണ്. ഓക്കെ, കിഡ്നി സ്റ്റോണിൻ്റെ സീരിയസ്നെസ് അറിയുന്നവർക്കറിയാം. ആണുങ്ങളുടെ പ്രസവ വേദന എന്നാ പറയാം. അത് വേദന അനുഭവിച്ചവർക്കറിയാം. അത്രയും വേദന എന്ന് പറഞ്ഞാൽ പൊളഞ്ഞിങ്ങനെ ചാവും. ബ്ലഡ് മൂത്രമൊഴിക്കും, മനസ്സിലായോ? ബ്ലഡാണ് മൂത്രമൊഴിക്കുക. എനിക്ക് കിഡ്നി സ്റ്റോൺ അല്ല, കിഡ്നീൻ്റെ തൊട്ട് താഴെ കിഡ്നിയും ബ്ലാഡറും തമ്മിലുള്ള വാൾവിൻ്റെ ഉള്ളിൽ എനിക്ക് സ്റ്റോണാണ്. ഓക്കെ, അതിൻ്റെ സാലറി ആയിരുന്നു, അല്ല അതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇവർ സാലറിന്ന് ഇതിൽ ചാറ്റിലിട്ടിട്ട് അതിനെന്താ പറയുക, സർജറി ആയിരുന്നു മിനിഞ്ഞാന്ന്. ഓക്കെ, ഇത് സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞേ ആരെങ്കിലും. അങ്ങനെ എന്താ ഞാൻ എന്ത് പറയുമ്പോൾ സ്ക്രിപ്റ്റാന്ന് ഫേക്കാന്ന് പറയുന്നത്, ഇതൊന്ന് ഫേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാണിക്കായിരുന്നു. ഓക്കെ, പറഞ്ഞു തീർക്കട്ടെ. മിനിഞ്ഞാന്ന് ഇവർ തിരഞ്ഞെടുത്ത ദിവസം ആലോചിക്കണം. ഓക്കെ, എടാ എൻ്റെ ആസ്റ്ററിലെ മൊത്തം ഡീറ്റെയിൽസ് ഒന്ന് എടുത്തേ. ആസ്റ്റർ മെഡിസിറ്റി എത്ര ആൾക്കാർക്ക് അറിയാം? കേരളത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മമ്മൂട്ടി അടക്കം ചികിത്സ ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അവിടെ പോയിട്ട് എനിക്ക് ഫേക്ക് രേഖകൾ ഉണ്ടാക്കാൻ പറ്റില്ല ഒരിക്കലും. ഓക്കെ, അതും മറ്റേതും ആസ്റ്ററിൻ്റെ എടുത്തിട്ടോ. ഇതറിയാലോ, ഡോക്ടർ ഷാജീസ് അഡ്വാൻസ്ഡ്. ഇത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന CT സ്കാനിൽ എടുക്കുന്ന സ്ഥലം. ഓക്കെ, ഇതിലുള്ള എൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണത്. ഓക്കെ, എൻ്റെ സ്കാൻ റിപ്പോർട്ടാണത്. ഞാൻ എത്ര മെഡിസിനിലാന്ന് ഓരോ ദിവസം കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ, എൻ്റെ സർജറി ഇവർ തിരഞ്ഞെടുത്ത ദിവസം ആലോചിക്കണം. ഞാൻ സർജറി കഴിഞ്ഞ് ഒരാഴ്ച ബെഡ് റെസ്റ്റാന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആ ദിവസം വീഡിയോ ഇട്ട് പൊട്ടിച്ചില്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ. ബ്ലാക്ക് മെയിലും ഈ വീഡിയോയും എല്ലാം ടൈമിങ് നോക്കുക ഗൈസ്, ടൈമിങ്. ഞാൻ അവിടെ സർജറി ആയിട്ട് കിടക്കുമ്പോൾ ഡ്രഗ് പ്രൂഫ് നിൽക്ക് വെയിറ്റ് ആക്കി, ഇത് പറഞ്ഞു തീർക്കട്ടെ നിൽക്ക്, ഇതെല്ലാം എനിക്ക് കാണിക്കണം. ഇത് ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇത് ഡിസ്ചാർജ് സമ്മറി അല്ലേ? അല്ലാണ്ട് എൻ്റെ പ്രശ്നങ്ങൾ ഇതിൽ പറയുന്ന എവിടെയാ? അതെ, ഡയഗ്നോസിസ്. മിനിഞ്ഞാന്ന് ഡയഗ്നോസിസ് ഒന്ന് കണ്ടോ? ഒന്ന് ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോ പെട്ടെന്ന്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ? ലെഫ്റ്റ് ഡിസ്റ്റൽ യുറേത്തറ സ്റ്റോൺ, അതായത് കിഡ്നീൻ്റെ തൊട്ടായുള്ള വാൾവിൽ സ്റ്റോണാണ്. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും പെയിൻഫുൾ മൊമെൻ്റ് ആയിരുന്നു. ഓക്കെ, അതിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർജറി കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നെ സർജറിൻ്റെ മുന്നിലുള്ള ഫസ്റ്റ് എപ്പിസോഡ് പെയിനും. ഓക്കെ, ഷമീർ സിസ് മാരേജ്. എന്ത് സിസ് മാരേജടാ ഇത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓൻ്റെ പെങ്ങളെ കല്യാണം മുന്നിൽ നിന്ന് മൊത്തം ചിലവ് നോക്കി ഞാൻ നടത്താമെന്ന് പറഞ്ഞതാ, മനസ്സിലാ? ഓൻ്റെ പെങ്ങളെ മൊത്തം നടത്താനല്ല, അതിൻ്റെ മൊത്തം ചിലവ് ഓൻ എന്തിടണം, ആ വീട്ടിൽ ഓൻ്റെ പെങ്ങളെ കല്യാണത്തിന് ഓൻ എത്ര പൈസ ഇടണോ അത് മൊത്തം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതാ. അത് മൊത്തം എൻ്റെ വകാന്ന് ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞതാ. ഇവൻ ഇമോഷണൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഇമോഷണൽ ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെറുതെ എൻ്റെ പെങ്ങളെ കല്യാണത്തിന് ചോദിച്ചപ്പോൾ തന്നില്ല എന്നൊക്കെ. എടാ, ആദ്യത്തെ ആ അക്കൗണ്ടിൻ്റെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കോടും പറഞ്ഞ മൊത്തം കളവാന്ന്. വാക് 777 എന്താ അതിൽ എന്നെയും ഒരു വട്ടം മൂഞ്ചിലുണ്ട് ട്രിപ്പ് എല്ലാം പറഞ്ഞ് പിന്നെ
നോ റെസ്പോൺസ് തന്നെ അൺഫോളോ അടിച്ചു പോയി. ലൈക്ക് എന്നോട് ഫണ്ട് മുമ്പ് എടുക്കണ്ട, പ്രൊമോഷൻ മതി എന്ന് പറഞ്ഞ് ഞാൻ ലൈവിലൊക്കെ പറഞ്ഞായിരുന്നു. ഇത് എനിക്കറിയില്ലടാ ഇതെല്ലാം ഇനി എന്താ മുന്നോട്ടാണ്. ഞാൻ ഒരു കാര്യം പറട്ടെ, ഇവരെല്ലാം ഈ പേരും പറഞ്ഞാണ് കളിക്കുന്നത്, മനസ്സിലായോ? ഈ MRG എന്നുള്ള പേര് ഞാനൊരു കാര്യം പറയാം, ഇവരോട് ടാഗ് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവർ റിമൂവ് ചെയ്യൂല. ഓക്കെ, ടാഗ് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവർ റിമൂവ് ചെയ്യൂല. ഷമീറിൻ്റെ അക്കൗണ്ടാണോ അത്? ഷമീറിൻ്റെ അക്കൗണ്ടാണോ അത്? കൺവിൻസ്ഡ് CEO ടു മാറാ ഒന്ന് ചെക്ക് ചെയ്ത. ഷമീർ ഫേക്ക് അക്കൗണ്ടാണോ ഷമീറാണോ? പുതിയ സാധനം സെറ്റാക്കിയിട്ടുണ്ടാവും. പുതിയ സാധനം എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. ഇവൻ്റെ ഒന്നും മെസ്സേജ് വായിക്കാൻ പോലും താല്പര്യമില്ല. നാളെ എന്താ വെളുപ്പിക്കാന്ന് കണ്ടറിയാം. ഓക്കെ, ഫിലിം ഷൂട്ട് എന്തായി? ഇത് അതിനു വേണ്ടിയുള്ള പ്രൊമോഷൻ അല്ലേ എന്നാ? എടാ, ഇത്രയും ഡാർക്ക് സാധനങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് ഇത് എങ്ങനെയാടാ ഇനി ഇതെല്ലാം സ്ക്രിപ്റ്റാന്ന് പറയുക? ഇത്രയും പ്രൂഫ് ഞാൻ കാണിച്ചു തന്നു, ഇത് വീഡിയോ കാണിച്ചു തന്നു. ഇതെങ്ങനെയാണ് ഇതാന്ന് പറയാ? ഇത് സ്ക്രിപ്റ്റാന്ന് എങ്ങനെ പറയാ? എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ പേരെന്നെ ഉണ്ടാക്കി വെച്ചത് ഇതിൽ ഞാനൊരു കാര്യം പറയില്ല, റെസിസ്റ്റൻസ് എന്നാണ് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ പേരെന്നെ ഉണ്ടാക്കി വെച്ചത്. മനസ്സിലായി? ഇതിൽ ഞാൻ എല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ ഇപ്പോഴും 3000 വോയിസും കേട്ട് തീർന്നിട്ടില്ല. ഇതിപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഇവർ വീഡിയോ ഇട്ടുകൊണ്ട് ഇതിലിങ്ങനെ പെട്ടെന്ന് സോർട്ട് ചെയ്തെടുത്ത കുറച്ച് ഓഡിയോസ് മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. ഫുള്ള് കേട്ട് തീർക്കണം. ഓക്കെ, ഇതിൽ പെട്ടെന്ന് വരുന്ന സാധനങ്ങളാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. മനസ്സിലാവും? എൻ്റെ പേരിനായിട്ട് റെസിസ്റ്റൻസ് എന്നാണ്, അതായത് ചെറുത്തുനിൽപ്പ്. ഇതെൻ്റെ ചെറുത്തുനിൽപ്പാണ്. മനസ്സിലായി? ഇവരൊന്നും ഒരിക്കലും ഇവരെല്ലാം റിയൽ ഫേസ് ഇങ്ങനെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. മനസ്സിലാവും? ഇത് വേറെ വഴിയില്ല. മനസ്സിലാവും? അത് ഇത്രയും ഡാർക്ക് സാധനം ഇത് അവൻ്റെ മുഖം പൊളിഞ്ഞ് വീണിട്ടും അവൻ വന്നിട്ട് കൺവിൻസ്ഡ് CEO ടു മാറോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവന് ഇതല്ല പ്രശ്നം. മനസ്സിലായി? ഇവന് പൈസ കിട്ടിയാൽ മതി. ഇവന് മാനം പോയാൽ കുഴപ്പമില്ല. ഇവൻ്റെ വീഡിയോ അല്ലടാ ഞാൻ ഇവിടെ ഇട്ടത്. എന്നിട്ട് അവൻ അങ്ങനെ വന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയാൽ മാനം കുഴപ്പമില്ല അവനിക്ക്. മനസ്സിലായോ? അവൻ സ്വന്തം വീട്ടിൽ കൂട്ടി കൊടുത്തിട്ടാലും പൈസ ഉണ്ടാക്കാന്നല്ലാണ്ട് വേറെ അതിൻ്റെ അപ്പുറത്തൊന്നും ചിന്തിക്കൂല. മനസ്സിലായോ? അതിൻ്റെ അപ്പുറത്ത് ഷെയ്ക്കിന് വാച്ചിങ് കയറിയപ്പോൾ ഷെയ്ക്കിനോടായിരുന്നു ദേഷ്യം. മനസ്സിലായോ? കുറേ കാര്യങ്ങളുണ്ട് മുത്ത, ഞാൻ കാര്യം പറയാലോ. MDMA ഇതാക്കുക. നാളെ CEO ടു മാറെന്ന് പറഞ്ഞില്ലേ, നാളെ ഡ്രഗ് ടെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. ഓക്കെ, ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. എല്ലാ പരിപാടിയുണ്ട്. മനസ്സിലായോ? എല്ലാ പരിപാടിയുണ്ട്. കല്ലടി, കഞ്ചാവടി, എല്ലാ പരിപാടിയുണ്ട്. മനസ്സിലായോ? കെമിക്കൽസിൻ്റെ ഇവൻ്റെ ബ്ലഡിൽ നിന്ന് കെമിക്കൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയുന്ന പണി ചെയ്യും. ഓക്കെ, ഞാനും വരും, ഞാനും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഞാനും ടെസ്റ്റ് ചെയ്യും. ഓൻ അതിന് സമ്മതിച്ചാൽ ഞാനും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഓൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വന്ന് ടെസ്റ്റ് ചെയ്യും. പോരെ? എടാ, ഞാനൊരു കാര്യം പറയട്ടെ, ഓൻ്റെ ബ്ലഡിൽ അതുണ്ടെന്ന് അത്രയും എനിക്ക് ഉറപ്പുണ്ട്. ഡ്രഗ് അഡിക്റ്റ്, ഇവൻ ഡ്രഗ് പെറ്റ്ലറായിരുന്നു. ഞാൻ ഉള്ള പോലെ ഞാൻ കാര്യങ്ങൾ ഞാൻ പറയാലോ. ഞാൻ ഒരു കാര്യം പറയാം, ഈ ലൈവ് കാണുന്ന ആരെങ്കിലും കണ്ണൂർ, പഴങ്ങാടി, മാട്ടൂല്, പാപ്പിൻശ്ശേരി ആ ഏരിയയിൽ, കണ്ണൂർ ആ ഒരു ഇവൻ്റെ ഏരിയ അറിയാലോ, ആ ഏരിയയിലുള്ള ആരെങ്കിലും മുന്നേ ഇവൻ്റെ നിന്ന് ഡ്രഗ് വാങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരും. ഓക്കെ, ഇവൻ ഡ്രഗ് സെയിൽ ചെയ്തതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം അവരിലുണ്ടാവും. മനസ്സിലാവും? ആരെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങളൊന്നും ഐഡൻറ്റിറ്റി ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നില്ല. പേഴ്സണലായിട്ട് ഇതിൻ്റെ തെളിവ് എനിക്ക് തരുവാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പൈസ എന്താണെന്ന് വെച്ചാൽ ഞാൻ തരും. ഇപ്പോൾ എനിക്കത് ഇപ്പോൾ തപ്പി എനിക്ക് അങ്ങനെ ഒരാൾക്കാരോട് പോയി ചോദിക്കാൻ അല്ലെങ്കിൽ ഒരാൾക്കാരെ തപ്പിപ്പോകാൻ എനിക്ക് പറ്റില്ല. ഷമീർ ഡ്രഗ് സെല്ല് ചെയ്തിട്ടുള്ള, ഡ്രഗ് വിറ്റിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. നിങ്ങളെ എഡിറ്റ് റിവീൽ ചെയ്യാണ്ട് ഞാനത് ഇതായിക്കോളാം. ഓക്കെ, ചെക്ക് PC-യിലുള്ള വീഡിയോ സേഫ് ആക്കിക്കോ. ആരെങ്കിലും PC-യിൽ നിന്ന് ക്ലിയർ ആക്കുന്നതിന് മുന്നേ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കിപ്പം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താ അറിയോ? ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡാർക്കസ്റ്റ് ആയിട്ട് എനിക്ക് ലോകത്ത് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എൻ്റെ മാനസികാവസ്ഥ ഇത് കഴിഞ്ഞിട്ട് തന്നെ അടുത്ത പ്രൂഫുകളിലേക്ക് പോവുക. ഇഷ്ടംപോലെ സാധനം വരാണ്ട് എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ഈ സംഭവം എനിക്ക് ഇവർ ചതിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവരെ ഫോൺ റെക്കോർഡിൽ നിന്ന് സാധനങ്ങൾ കിട്ടി. ഞാൻ അതിനെ കൊല്ലണ്ടേ, ഞാനത് തീർക്കട്ടെ, അവൻ്റെ പത്തിക്കടിച്ച് വീഴ്ത്തണ്ടേ, അവൻ്റെ ഇൻസ്റ്റ അടിച്ച് കളയണ്ടേ, ഇങ്ങനത്തെ സാധനങ്ങളാണ് മൊത്തം ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും പ്രൂഫില്ലാത്തില്ല കേട്ടോ. ഇങ്ങനെ പറയുന്ന സാധനങ്ങൾ കേട്ട് ഇവരെ ഞാൻ പിടിച്ചു.
ഇവന്മാരെല്ലാം ഒഴിവാക്കി. ഓക്കെ, അതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ ഞാൻ എങ്ങനെ ജീവിച്ചതെന്നറിയോ? അതായത് എനിക്ക് ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ട്രസ്റ്റ് ചെയ്ത, എൻ്റെ വീട്ടുകാരെക്കാളും ഞാൻ സ്നേഹിച്ച് അത്രയും ട്രസ്റ്റായിട്ട് നിന്ന ആൾക്കാർ എന്നെ കൊല്ലാൻ നിന്നെന്ന് ആലോചിക്കുമ്പോൾ, ഞാൻ സിനിമ ഷൂട്ടിങ്ങിന് പോയ, നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ പോയ എൻ്റെ ബൂം ബാങ്ക് സിനിമേൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷന് 160 ആൾക്കാരോ 200-ൻ്റെ അടുത്ത് 160-170 ആൾക്കാരുണ്ട് മൊത്തം, ക്രൂ, ആക്ടേഴ്സ്. ആരോട് വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ സാധാരണ ഉള്ള പോലെ അല്ലാതെ ഉണ്ടായത്. ഞാൻ അവിടെ മൊത്തം എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല, മനസ്സിലാവും, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല മര്യാദയ്ക്ക്. പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആരുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ പേടി വരിക, ഇവൻ ചതിക്കോ, ഇവനാണോ ചതിയൻ, ഇവൻ എന്നെ ഇതാക്കി, ഇവനെ ഒമ്പിക്കും, ഇവൻ എന്നെന്തോ പണിയുന്നുണ്ട്, ഇവൻ എന്നെ കൊല്ലും, ഇവനക്ക് വിഷം തരും. ഇങ്ങനെ ഞാൻ ജീവിക്കും. നിങ്ങൾ എൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കടാ. 3 മാസം നീ മാപ്പ് പറയും ഷമീറ, നീ കരയും, നീ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടാ ഷമീറ? ഓർമ്മയുണ്ടാ? അത് എവിടുന്ന്? ഈ ടേബിളിന്റെ കറക്റ്റ് നോക്കടാ, ഞാൻ ചൂണ്ടിയ സ്ഥലത്തേക്ക് കറക്റ്റ് ശരത്ത് ചൂണ്ടിയതാണ്ടാ. ഇതാണ് ആ സ്ഥലം. ഷമീർ കരഞ്ഞെന്റെ കാല് പിടിച്ചത് ക്ഷമിക്കാൻ. തന്തയില്ലാത്തവനെ എന്നിട്ട് എനക്കെതിരെ മൂഞ്ഞാ നിൽക്കുന്നതാടാ. നീ എന്താടാ നീ പറഞ്ഞത്? ബ്ലാക്ക്മെയിൽ, എന്തെല്ലാടാ നീ ബ്ലാക്ക്മെയിൽ ചെയ്തത്? മാറി പോക്സോ കേസടാ. അതിൽ വെച്ച് പോക്സോ കേസ് നീ മൂഞ്ചോടാ, നീ കാണട്ടെ. ഞാന് പെണ്ണ് കേസ് മുമ്പോടാ, നീ മൂഞ്ചടാ. നീ എടാ നിങ്ങളെല്ലാവരും മാറിയാ പോയാ, ഞാൻ എൻ്റെ ചെയ്യാം. ബാക്കി പ്രൂഫ്സ് അല്ല, പ്രൂഫ്സ് അത്രയും സാധനങ്ങളുണ്ട്. ഇതിൽ ഓരോന്നായിട്ട് കാണിക്കാൻ തന്നാൽ ഞാൻ മണിക്കൂറുകൾ ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരും. ഓക്കെ, ശരത്ത് ബാക്കി വന്നിട്ട് നിങ്ങൾക്ക് ഇനി എന്താ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞാൻ എന്തായാലും പോവാ. ഓക്കെ, എടാ പെയിൻ ഓവറായി വരെയാണ്, എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാക്കി ശരത്ത് നോക്കിക്കോളൂ, ഞാൻ റെസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ഹൊറർ ഫിലിമിൽ നിന്ന് പുറത്ത് കടന്നതാണ്. ഞാൻ ഇത്രയും ഡാർക്കിൽ നിന്ന് ഞാൻ പുറത്ത് കടന്നതാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്, എനിക്ക് വേണമെങ്കിൽ ഇൻ്റർനാഷണൽ അടിക്കണം. ഇവന്മാരെ കൊണ്ട് ഞാൻ മലേഷ്യ പോയടാ. ഇൻ്റർനാഷണൽ ജീവിതത്തിൽ ഫ്ലൈറ്റിൽ കയറാത്തവന്മാരാ ഞാൻ മലേഷ്യ ആടിയിടിയും കൊണ്ടുപോയി. നമ്മൾ എവിടെയൊക്കെയായിരുന്നു? തായ്ലൻഡ് എന്തൊക്കെയായിരുന്നു പ്ലാനിൽ? ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു പ്ലാനിൽ? ഞാൻ പറയുന്നത് ഇത്രയും നേരത്തെ ഇവന്മാർ നാറികളാണെന്ന് മനസ്സിലായത് ഭാഗ്യം. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് വലിച്ച് കീറിയാലോട്ടെ. മൊത്തത്തിൽ ഇവൻ ആത്മഹത്യ കേട്ടറാ അല്ല, മൊത്തം ഇവൻ്റെ എല്ലാം അങ്ങ് പുറത്താക്കട്ടെ കഴിച്ച്, ഞാൻ എല്ലാം അങ്ങ് പുറത്താക്കട്ടെ, തീർക്കട്ടെ ഞാൻ. 3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി. പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പൊലയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ നീയായിട്ടുള്ള ഇഷ്യൂ വന്നിട്ടുള്ള. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ തലയിലിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയും അമർച്ചമുണ്ട്. ഓക്കെ, 3 മാസം ഫേക്ക് കാണിച്ചരാടാ നാറി. എല്ലാം ഫേക്ക് ഓടി ഞാൻ കേൾപ്പിച്ചരാം. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി. ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവര് എൻ്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എൻ്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇത് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എടാ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയിൽ, ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. എടാ ഇന്നലെ മിഞ്ഞാന്ന് ഓൻ്റെ ലൈവ് കാണുമ്പോൾ ഞാൻ ഒരു ഓപ്പൺ ചാലഞ്ച് തരട്ടെ. ഓക്കെ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഓപ്പൺ ചാലഞ്ച് തരട്ടെ. ഞാൻ ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓപ്പണായിട്ട് ഞാൻ ചാലഞ്ച് ചെയ്യാം. ലൈവായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും, അല്ലേ? ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓന് ഒരിക്കലും ഇതിന് തയ്യാറാവില്ല. ഓക്കെ, ഒരിക്കലും അങ്ങനെയാണെങ്കിൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഓനോട് ഡ്രഗ് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറ. ഞാനിത് ഓപ്പൺ ചാലഞ്ച് വിളിക്കാം. ഡ്രഗ് ടെസ്റ്റിന് ഓപ്പണായിട്ട് മുന്നിൽ വാ. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് ഉള്ള പോലെ ഒരു കാര്യം എനിക്ക് പറയണം. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിങ്ങും എടുക്കുന്നതാ,
പല ബിസിനസ് മീറ്റിങ്ങിനും പോകുമ്പോൾ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക്. ഞാൻ കുറേ പ്രാവശ്യം ഇഗ്നോർ ചെയ്തു, പക്ഷേ ഇടയ്ക്ക് എനിക്ക് കുടിക്കേണ്ട വന്നു. ശരിയാണ്, ഒരു തുള്ളി കുറച്ച് എനിക്ക് കുടിക്കേണ്ട വന്നു ഇടയ്ക്ക്. ഓക്കെ, അതും ഞാൻ അങ്ങനെ കുടിയാനോ അങ്ങനെ ഇരുന്ന് കുടി അങ്ങനെയൊന്നുമല്ല. ഓക്കെ, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആദ്യം ഞാൻ പറഞ്ഞു നോക്കാം, അതിലെന്തായാലും ആൽക്കഹോൾ ഉണ്ടാവും. അതല്ലാണ്ട് വേറൊരു സാധനം ഉണ്ടാവില്ല മോനെ. ഷമീറിൻ്റെ മോനെ, ഷമീറിൻ്റെ ആടുള്ള എല്ലാവരും ടെസ്റ്റ് ചെയ്യാൻ പറ. എന്നിട്ട് അതിൽ ഡ്രഗിൻ്റെ അംശം ഇല്ലെങ്കിൽ ഞാനിത് നിർത്തിയിട്ട് പോകും. ഞാൻ കള്ളൻ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, വീഡിയോ എല്ലാം വീഡിയോ കാണിക്കാം. ഞാൻ പറയുന്നത് ചാവട്ടെ, എല്ലാ എണ്ണവും ചാവട്ടെ. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവന്മാർ ഇതെപ്പെങ്കിലും പുറത്ത് വിടേണ്ട വന്നു കഴിഞ്ഞാൽ ഇവന്മാർ ഏത് ഫോൾഡറിലാ മുഖം ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്യാത്ത വേർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്, സാമാനവും ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം. ഓക്കെ, ഇവനും ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ, കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്ത് വെച്ചതാണ്. ഇതാരാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അല്ലല്ല, ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓം എന്ന് പറയട്ടെ ഇത് ഞാനല്ല, ആ ബ്ലർ ചെയ്ത് വേറെ ആയിരുന്നു മുഖം എന്ന് പറയട്ടെ. അപ്പം ഞാൻ മുഖം ബ്ലറില്ലാത്ത ഞാൻ ഇതാക്കാം. അതാരായിരിക്കും? ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേന്ന് ഞാൻ ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നയാടാ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. അതിൻ്റെ ബാക്കി ഒരു സാധനം ഉണ്ട് മോനെ. അതിൻ്റെ ബാക്കി ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഇവിടെ കാണിച്ച മതിയോ? ബ്ലർ മതിയോ അതോ ബ്ലർ ഇല്ലാത്തതാണോ? ഇവിടെ ബ്ലർ ചെയ്തത്, ഇവിടെ നിങ്ങൾക്ക് ഫോൾഡർ കാണാൻ പറ്റും. ബ്ലർ ചെയ്തത്, ഇത് ബ്ലർ ചെയ്യാത്തത്. ഇതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അവൻ്റെ മുഖം ഞങ്ങൾക്ക് കാണാം. ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? അവൻ്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിൻ്റെ ബാക്കി എന്താ അറിയോ, മമ്മു ബ്ലോ ചെയ്യുക ഇവൻ മമ്മുനെ കൊണ്ട് ഇവനെ ബ്ലോ ചെയ്യിപ്പിക്കുക. ഇവിടെ 3 മാസം ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്, ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാ. ഓക്കെ, അതിന് ശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എൻ്റെ മെൻ്റൽ ട്രോമ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി, എൻ്റെ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, എൻ്റെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ലടാ, എല്ലാ എണ്ണവും ഒരുമിച്ച് വിഷം കുത്തിയതാ. മനസ്സിലാ? ഓക്കെ, ഇല്ല ബ്ലർ ചെയ്യാത്ത ഫയൽ ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, നാളെ ശരത്ത് ലൈവ് ചെയ്യും. ഷമീർ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമല്ലോ. ഓൻ പറയട്ടെ ഇത് ഓനല്ലാന്ന് ഓൻ പറയട്ടെ. ഇതിൽ മമ്മുനെ കൊണ്ട് ഓൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് പറയട്ടെ. മമ്മുനെ സെക്സ്വൽ അബ്യൂസ് ചെയ്തിട്ടില്ല ഈ വീഡിയോയിൽ ഓനല്ലാന്ന് ഓൻ പറയട്ടെ. ഇതിൻ്റെ ബ്ലർ അല്ലാത്ത വേർഷൻ പുറത്ത് വിടും. ഞാൻ ശരത്തിന് ഞാൻ കൊടുക്കും. ഓക്കെ, എന്തേലും ആട്ടെ, ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെ, വാട്ടവർ, ഞാൻ നോക്കേണ്ട കാര്യമില്ല ഒന്നും. അത്രയും എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാ? ഈ 3 മാസക്കാലം ഞാൻ എങ്ങനെ ജീവിച്ചെന്നറിയടാ. എനിക്ക് കുറേ സാധനങ്ങൾ കേൾപ്പിക്കാണ്ട് പോലെ പ്രൂഫുകൾ എനിക്ക് സംസാരിക്കാൻ വയ്യ. ഞാനേ ഇവൻ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു, ഒരു പ്രൂഫ് പോലും ഇല്ലാണ്ട് 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കല്ലേ ചെയ്തത്. അല്ല, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ പ്രൂഫുകൾ മാത്രം ഇങ്ങനെ ഇട്ട് നിരത്താം, അതാണ് നല്ലത്. ഓക്കെ, വേറൊരു കാര്യം, ഇത് അവന്മാർക്ക് അറിയില്ല. ഓക്കെ, അതിലൊരുത്തൻ്റെ ഫോണ് നൈസായിട്ട് അതിൻ്റെ ഫോണിലുള്ള എല്ലാ കോൾ റെക്കോർഡ് ആർക്കെല്ലാം കോൾ ചെയ്തിട്ടുണ്ട് എല്ലാ കോൾ റെക്കോർഡും ഞാൻ പൊക്കി. ഓക്കെ, 3000 ചില്ലറ കോൾ റെക്കോർഡും ഒരുപാട് വീഡിയോസും. എടാ നെറ്റ് പോയാ? ഇല്ല, ഫോണിൽ മാത്രമേ പോയിട്ടുള്ളൂ അല്ലേ. 3000 ചില്ലറ കോൾ റെക്കോർഡ്, കുറേ വാട്സപ്പ് ഓഡിയോ, ഇതെല്ലാം ഓഡിയോ റെക്കോർഡ്സ് തന്നെ 3152 മൊത്തം ഉള്ളത്. കണക്കെടുത്ത് നോക്കിയപ്പോൾ കുറേ വീഡിയോസ്, ഫോട്ടോസ്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഓക്കെ AI ആണെങ്കിൽ എല്ലാം ഗൈസ് ഇത് AI ആണെങ്കിൽ മോനെ, ഇത് AI ആണെങ്കിൽ ഞാൻ ഒരാൾക്കെതിരെ ഇല്ലാത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഇതെന്ത് വലിയ ക്രൈമാണെന്നറിയാം മോനെ, നാളെ ഞാൻ ജയിലില്ല ഇത് AI ആണെങ്കിൽ കേട്ടോ. നാളെ ബ്ലറില്ലാത്ത വേർഷൻ ആണെങ്കിൽ ഞാൻ പുറത്തു വിടും. ഓൻ പറയട്ടെ, അത് ഓനല്ലാന്ന് ഓൻ പറയട്ടെ, അപ്പോൾ ഞാൻ പുറത്തു വിടും. ഓക്കെ, ഹൂ ഷൂട്ട് ദാറ്റ് ഫുട്ടേജ് അത് ഞാൻ പറഞ്ഞുതരാം.
ഈ വീഡിയോ കറക്റ്റ് കട്ട് ചെയ്യാൻ വേറൊരു കാരണമുണ്ട്. അതിൽ ഈ ഷൂട്ട് ചെയ്ത ആളെ മുഖം കാണുന്നുണ്ട്. അത് ഒരിക്കലും വരരുത്. അയാൾ ഉള്ളതുകൊണ്ട് മാത്രം എനിക്കിത് കിട്ടിയതാ. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇത് ഒരിക്കലും അറിയൂല. മനസ്സിലായോ? ഇത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇവിടെ പ്രശ്നം വന്നത്. മനസ്സിലായോ? അതിൻ്റെ പേരിലാണ് ഇവിടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. മനസ്സിലായോ ബ്രോ? വീഡിയോ ഇങ്ങനെ അൺബ്ലർഡ് വേർഷൻ കാണിക്കില്ല ബ്രോ. അല്ല അങ്ങനത്തെ ഒന്നും ഇല്ലടാ. എല്ലാം ഡ്രഗ് എവിഡൻസ്. ഓക്കെ 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 എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന്മാരെ കോൾ റെക്കോർഡ് ആയത്. ഓക്കെ, കോൾ റെക്കോർഡ്. മമ്മും ജാസിയും തമ്മിലുള്ള കോളാണ്. ഓല എന്താന്ന് അറിയാലോ? ഓല എന്തിനുള്ള കോഡ് വേർഡാന്ന് നിങ്ങൾക്ക് അറിയാലോ? എന്തായാലും കൂടുതൽ പേർക്കും അറിയായിരിക്കും അല്ലേ? അല്ലേ? എത്രയും പൈസ ഉണ്ടോ? നല്ല സാധനമാണല്ലോ. പൈസ കൂടിയത് നല്ല സാധനമായോണ്ടാ. എന്നാ ശരി. എന്നാല് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ഇങ്ങനെ തരണേ. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് തരണേ. ഗ്രൂപ്പിൽ എന്താ അപ്ഡേറ്റ്? പ്ലാന്, എന്നെ കൊല്ലാനുള്ള പ്ലാന്. ഞാൻ ഉറങ്ങുമ്പോൾ വിഷം തന്നിട്ട് എന്നെ കൊല്ലാനുള്ള പ്ലാനടാ. ഇത്രയും നോക്കി ഇതാക്കി വളർത്തിയിട്ട് തന്തയില്ലാത്തവന്മാർ, പൈസക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പഠിക്കാത്തവന്മാരാടാ. ഇത് അറിയണോടാ എല്ലാരും. നിക്ക്, ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടേ ശരത്ത് ഷമീറിനെ വിളിച്ചത്. ഓക്കെ, സംഭവം മൊഴിയുടെ മുഖത്തരാണെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവം ഒരിക്കലും ചീത്ത വിളിക്കാനൊന്നും പോകുന്നില്ല. ഇത് നീയാതെല്ലാം വിളിക്കുന്ന പോലെ സംഭവമെല്ലാം ചീത്ത വിളിക്കുന്നു. അപ്പൊ എനിക്ക് കേട്ടേരം മനസ്സിലായതാ ഇത് ജാസ്തി മോട്ടറാക്കി വിട്ടിട്ട് ഇതാക്കിയതല്ല. അത് കുത്തിയിലോ എനിക്ക് അങ്ങനത്തെ മുനു ഇപ്പൊ അത് തന്നെ എന്റെ അടുത്ത് പറയണേ. മുനു എന്റെ അടുത്ത് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസി എന്തോന്ന്, ജാസിയാണ് ഇപ്പം അതില് ഏറ്റവും വലിയ ഇതായിട്ട് കളിക്കണത്. ജാസി ഇവന്മാരെ വെച്ച് കളിക്കുകയാണെന്നൊക്കെയാണ് മുനു എന്റെ അടുത്ത് പറഞ്ഞത്. ജാതി പേയ്മെന്റ് വാങ്ങിയതും ഈ പിള്ളേരെ വെച്ചിട്ടാണ്. അതായത് ആദിന്റെയും മമ്മൂനെയും അവരെല്ലാം വിജയ്ക്ക് അഭിനയിച്ചിട്ടുള്ളു. അപ്പൊ അവരെ അഭിനയിക്കൂല എന്ന് പറഞ്ഞിട്ട് അവരെ ഉള്ള കൺട്രോളിലാണ് പോലും ഇവൻ കളിക്കുന്നത്. ജാതി ജാതി ഒറ്റയ്ക്ക് വന്നാ പോടാ നിന്റെ 4 സീനല്ലേ കട്ട് ചെയ്യുമെന്ന് പറയും. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, ഈ 2 സീനുള്ള ഇവന് 40,000 രൂപ, ഈ സിനിമ മൊത്തമുള്ള ആദിലിന് 30,000 രൂപ, അതെന്താ? അതാ പറഞ്ഞ, അതായത് ഈ ജാസി അല്ല, ഈ ആദിലും മമ്മുവും ജാസി പറയുന്നത് മാത്രമേ കേൾക്കൂ. അപ്പൊ ഇവര് എന്ത് പറയുന്നോ അല്ലെങ്കിൽ ഇവരെ സിനിമയിൽ അഭിനയിക്കാൻ വിട്ടിട്ട് അതിന്റെ പൈസ ഞാൻ എടുക്കാന്നല്ലേ നോക്കിയത്. അതിന്റെ പ്രൊഡ്യൂസർ, ആ സിനിമ സൈറ്റിലുള്ള മൊത്തം ആൾക്കാർക്ക് അറിയാം കാര്യങ്ങള്. ഓക്കെ, ഞാൻ കാര്യം പറഞ്ഞ മുത്തേ, ഞാൻ മൊത്തമുള്ള ഇത് ഈ ട്രൂത്ത് എല്ലാവരും അറിയണോടാ. ഞാൻ ഒരു കാര്യം പറയാല, ഇതിൽ ഞാൻ ദുഷ്ടനാന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവര് ചെയ്തെന്താന്ന് ആലോചിക്കടാ. ഞാൻ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാവരും കേറിപ്പോട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പൈസക്ക് വേണ്ടിയിട്ട് അത്യാഗ്രഹം കയറിയിട്ട് ഇങ്ങനെയല്ല ആരെങ്കിലും ചെയ്യോടാ. ഇവർ ഇത്രയും ധൈര്യം ഇതിന് കാണിക്കണമെങ്കിൽ ഞാൻ അത്രയും പാവാന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ അത്രയും ഞാൻ ഇതിൽ ഈ 3 മാസമായിട്ട് ഞാൻ ഇവർക്കെതിരൊന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. ജീവിക്കട്ടെ, നന്നാവുന്നുണ്ടെങ്കിൽ നന്നാവട്ടെ. ഇന്നലെ വന്നിട്ട് എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞത്? ഇവര് മൊത്തത്തിൽ സീനാക്കും. ജാസിക്കും 40 രൂപ കിട്ടിയില്ലെങ്കിൽ ഇവര് സീനാക്കും. അതായത് ഇവരെ കണ്ടോ, ജാസിയാണ് ഇവരെ നേതാവ്. അപ്പൊ നേതാവിന് 40 രൂപ കൊടുക്കും. പാവം പ്രൊഡ്യൂസർ ബ്ലാക്ക് മെയിലിൽ വീണട്ടെ. ഞാൻ ഒരിക്കലും ബ്ലാക്ക് മെയിലിൽ വീഴൂല. ഇതിൽ പറയുന്നുണ്ടെന്ന് തോന്നട്ടെ, ഇതിലോ അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത ഓഡിയോയിലോ ഏതിലോ പറയുന്നുണ്ട്. ആ പാവം പ്രൊഡ്യൂസർ, ഇവർ 3 ആളും സിനിമയിൽ അഭിനയിക്കാൻ പോയല്ലോ. സിനിമ സൈറ്റിൽ നിന്ന് ഡ്രഗ്സ് ഉപയോഗിച്ച് ഓക്കെ അടി ഉണ്ടാക്കി. അവിടെ മൊത്തം പ്രശ്നമുണ്ടായി. ഓക്കെ, അവിടെ മൊത്തം പ്രശ്നമുണ്ടായി. ഇപ്പം നിനക്കെല്ലാം ഡബ്ല്യു ഇപ്പം നീ കുറച്ച് നേരത്തെ നീയെല്ലാം ഫേക്ക് സ്ക്രിപ്റ്റ് എന്നൊക്കെ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ഈ ലൈവ് തീരുന്നതിന് മുന്നേ ഞാൻ നിരപരാധിയം തെളിയിച്ചിട്ടേ ഞാൻ പോകുമ്പത്തേ മോനെ. ഹെയ്റ്റ് ഒന്നും ഉണ്ടായവനാ ഞാൻ, മനസ്സിലാ? കോൺട്രവേഴ്സിന്ന് ഹെയ്റ്റ് ഒന്നും വളർന്നു വന്നവനാ ഞാൻ. എനിക്ക് ഈ ഇന്നലെ ഇവർ ഹെയ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് തൂങ്ങിച്ചാവും. ഞാൻ അല്ലെങ്കിൽ എല്ലാം നിർത്തി അങ്ങ് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിക്കാൻ മോനെ. ഞാൻ ചെയ്ത എല്ലാത്തിനും മാപ്പ് പറയിപ്പിക്കുകയും ചെയ്യും.
മനസ്സിലാ? മമ്മു ഹൗസ് ശരിയാ, മമ്മൂന്റെ വീട് ചോർന്നൊലിക്കുന്ന വീട് തന്നെ. ചോർന്നൊലിക്കുന്നൊന്നല്ല, ഓടിട്ട വീടാ മമ്മൂന്റെ. ഓക്കെ, ഓട് മാറ്റേണ്ട കാര്യം ഞാൻ ഓട് മാറ്റണ്ട, വേറെ വീട്ടിലേക്ക് മാറ്റാന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ തന്തയില്ലാത്തവനെല്ലാം വേറെ വീട്ടിലേക്ക് മാറ്റാന്ന് ഞാൻ പറഞ്ഞു. ഓൻ ചെയ്ത മമ്മൂന്റെ ചതികൾ വേറെ വരാനുണ്ട് കേട്ടോ. മമ്മൂ നിങ്ങൾ വിചാരിക്കുന്ന ആ പാവം ഒന്നും അറിയാത്ത ഒന്നും ഇതല്ല ബുദ്ധിയില്ലാത്ത ഒരുത്തൻ അല്ല, ബുദ്ധിയില്ലാത്ത ഒരുത്തൻ അങ്ങനെയല്ല കാണുന്നത്. മമ്മൂന്റെ ചതികളെല്ലാം വരുന്നുണ്ട്. ഓൻ്റെ വീട് വേറൊരു ചെറിയ വീട് വെച്ചു കൊടുക്കാനാ. വീട് വെച്ചു കൊടുക്കല്ല, ഓൾറെഡി പണിത് വെച്ച വീട്ടിലേക്ക് അവൻ്റെ ഉമ്മാനെയും അവൻ്റെ അനിയനെയും മാറ്റാനാണ് നിന്നത്. മണ്ടത്തരം, വേൾഡ് ലെവൽ മണ്ടത്തരം. ഇവനിത് ഇങ്ങനെയാണെന്ന് എനിക്കറിയോ? ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് എന്നോട് ശരത്തോ ആരോ പറഞ്ഞ് അത് ഓട് അങ്ങനെ വലിയ ചോർച്ചൊന്നും ഇല്ല, സ്ലാബ് ഇട്ടാൽ മതി എന്ന് ആരോ എന്നോട് പറഞ്ഞ്, കൂടുതലുള്ള ആരോ എന്നോട് പറഞ്ഞ്. അതുകൊണ്ട് മാത്രം അത് അവിടെ ഹോൾഡായി പോയത്. അല്ലെങ്കിൽ ആ വേറെ എൻ്റെ ഒരു വീടും പോയേനെ. ഒരുത്തൻ്റെ കയ്യിൽ എൻ്റെ വണ്ടിക്കാ, ഷമീറിൻ്റെ കയ്യിൽ എൻ്റെ ഫോർച്യൂണർ. ഞാൻ വിശ്വസിച്ചിട്ട് എൻ്റെ ഫോർച്യൂണർ അവൻ്റെ പേരിൽ എഴുതി കൊടുത്തതാ. ഇപ്പം തരാൻ പറ്റൂലെന്ന്, ഇപ്പല്ല മുന്നേ തരാൻ പറ്റൂലെന്ന് തന്നെ അവൻ്റെ സ്റ്റാൻഡ്. മനസ്സിലാ? പൈസ വേണം ഇവനിക്കെല്ലാം. നെഗോസിയേഷനാ, ബ്ലാക്ക് മെയിലാ, കേസാവും. ഞാൻ ഹെയ്റ്റ് പേടിച്ചിട്ട് ഇവർക്ക് പൈസ കൊടുക്കില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെളുപ്പാണ്, ഇവർ ചോദിച്ച പൈസ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ട് എനിക്ക് ഒഴിവാക്കിയത്. പക്ഷെ അങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ മുത്തേ, ഇവർ എന്തെല്ലാം നാളെ പുതിയ കഥകൾ ഉണ്ടാക്കിയിട്ട് പുതിയ സാധനമായിട്ട് വരും അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ഒരു നെഗോസിയേഷൻ, ഇത് ഇപ്പോഴേ മനസ്സിലാക്കുക, ഒരു നെഗോസിയേഷൻ ഇനി എനിക്കെതിരെ എന്തെങ്കിലും സാധനം എടുക്കാൻ വരുന്ന ആൾക്കാർക്കും കൂടെയുള്ളൊരു പാടാണിത്. ഒരു നെഗോസിയേഷനും ഞാൻ തയ്യാറായിരിക്കില്ല. ഓക്കെ, ഡയറക്റ്റ് കാര്യങ്ങൾ. ഓക്കെ, ഡ്രഗ് എവിഡൻസ്. ഓക്കെ, ഇത് ഫുൾ കേക്ക്. ഈ മെയിൻ ആയിട്ട് നിൽക്കുന്ന മമ്മുവും അതിൽ കൂടി എന്താവും വിധം മാറും. അതുകൊണ്ട് അവര് ചൊറയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെ കൊടുത്തേന്നാണ് പറഞ്ഞത് എന്നോട് തീർച്ചയായിട്ടും. അല്ലാണ്ട് ഇവനങ്ങനെ ഇതുള്ളോണ്ടല്ല, ഇവന് ഈ പിള്ളേരെ വെച്ച് മെയിന് ഇവനെ കളിക്കുന്നോണ്ട് ഇവനാണ് സംസാരിക്കുന്നതും പൈസ വേണമെന്ന് പറയുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ആയിക്കൊണ്ട് ഇപ്പം പറയുന്ന പോലെ ചെയ്യാണ്ട് അവർക്ക് നിക്കാൻ കഴിയില്ല. ജാസിനെ കുറിച്ചാ പറയുന്നത്. അങ്ങനെ വാങ്ങിയതാ പറഞ്ഞ നന്മ ജാസി, പാവം ജാസി, ഒന്നും അറിയാത്ത ജാസി. ഉമ്മാരെ ഇഷ്ടം പോലെ ചെയ്യട്ട്. മറ്റേ ഉമ്മാരെന്ത് ഗ്യാങ് ലൈവ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്തായി? നീ പോണോ? എന്നോട് തോന്നാനേ പറഞ്ഞ. എന്നിട്ട് എന്ത് തീരുമാനിച്ച്? എനിക്കറിയില്ല, എനിക്ക് എന്താണെന്നൊന്നും എനിക്ക് പിടുത്തൂല്ല. എനിക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല. ഞാൻ എന്തായാലും തുടങ്ങിയിട്ട് എന്താന്ന് വെച്ചാല് ബാക്കി നോക്കിയിട്ട് എന്താണ് നിനക്ക് മുന്നേറ്റം ഉണ്ടെങ്കിൽ ചെയ്യ. അവസാനം നീ അത് ചെയ്ത കണക്ക് അവസാനം എല്ലാരും കൂടെ നിന്റെ അടുത്ത് തിരിയണ ഒരു സിറ്റുവേഷൻ വരല്ലേ? മനസ്സിലായി? നീ അതിനെ കൊണ്ട് അവന്മാരെ ഇത്ര നാളെങ്കിലും നോക്കാനെങ്കിലും പറ്റി. ഇത്രയും ചെലവ്, അവന്മാരെ ചെലവ്, ഡ്രസ്സ്, അത് ഇത് എല്ലാം കൂടെ നോക്കാൻ പറ്റി. സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രൊമോഷൻ കാണും, 10-20 പ്രൊമോഷൻ കാണും, എല്ലാം കാണും. മമ്മൂനൊന്നും ജീവിതത്തിൽ പ്രൊമോഷൻ കിട്ടാത്തവനാണ്. മനസ്സിലായ? ജാസിയുടെ കാര്യം നോക്കി, ഇത് ഐഡിയയും കാര്യങ്ങളെല്ലാം തന്ന് ജാസിയുടെ കാര്യം നോക്കി എന്തായാലും പോവും. അവന്റെ പൈസ ആകുമ്പോഴത്തേക്ക് അവന്റെ കാര്യം നോക്കി പോവും. അവസാനം നിനക്ക് ഒരു ചൊറ വരല്ലേ? അത്രേ ഉള്ളൂ. നീ അതിന്റെ കേസ് നമ്മൾ കുറച്ചെങ്കിലും മുമ്പ് അറിഞ്ഞതുകൊണ്ട്, അന്നത്തെ ആ ഫോൺ വാങ്ങിച്ച് അത് അറിഞ്ഞതുകൊണ്ട് അവിടെ കാര്യമുണ്ട്. ആ ടൈം ഷമീർ ഇതിലുണ്ട് നമുക്കറിയില്ല. ഇത് എങ്ങനെ ഞാൻ പിടിച്ചറിയോ? ജാസിന്റെ കോൾ റെക്കോർഡിൽ ഇത് പിടിച്ചത്. ഇതിൽ 3000 കോൾ റെക്കോർഡ് ഉണ്ട്. അതിൽ ഷമീറിന്റെ ഇതിലേക്കൊന്നും നമ്മൾ എത്തിയില്ല. നമ്മളൊരു 400-500 കോൾ റെക്കോർഡുകൾ കണ്ടു, ഇങ്ങനെ കേട്ടു, ഇങ്ങനെ വരുക. ഷമീർ ഇതിലില്ലാന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. മനസ്സിലാവും? ഷമീർ ഈ പ്ലാനിലില്ല. ഇവൻ തന്തയില്ലാത്തവനാന്ന് എനിക്കറിയാം. പക്ഷെ ഈ പ്ലാനിൽ, ഇവരെ ഈ മാസ്റ്റർ പ്ലാനിൽ ഷമീർ ഇല്ലാന്ന് ഞാൻ വിചാരിച്ചത്. ലാസ്റ്റ് നോക്കുമ്പോൾ മൊത്തം മാസ്റ്റർ മൈൻഡ് ഷമീറാ. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. നിന്നെ അവന്മാര് പറഞ്ഞ് ഇതാക്കല്, അത്ര എനിക്ക് പറയാനുള്ളൂ. വന്നിന് അവന്മാരെ വിളിച്ചിന്, മെയിൽ അയച്ച് കിക്കിന്ന്. നീ അതാ മൻസൂർക്കാ നോക്കണത്. കോൺട്രാക്ട് എനിക്ക് എന്റെ മൻസൂർക്കാ നോക്കണം. ഇങ്ങോട്ട് തന്നെ വന്നത്, മെയിലിൽ ഇങ്ങോട്ടാ വന്നത്. നീ അതാ കണ്ടത്, ഞാനല്ല കണ്ടത്. എടാ, മൻസൂർ ഖാൻ എന്ന് പറയുന്നത് അറിയാത്ത ആൾക്കാർക്ക്, എൻ്റെ ലൈവിൽ ഈ ക്യാമറയുടെ മുന്നിൽ വരാത്ത ഒരുപാട് ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് മൻസൂർ ഖാൻ. എൻ്റെ ബിസിനസ് പാർട്ണറാണ്, എൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്, എൻ്റെ
ഞാൻ പറയാലോ ഇത്രയും ഡാർക്ക് ഇതിൽ ഈ 3 മാസം ഞാൻ അനുഭവിച്ചതെല്ലാം കണ്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ ആശ്വസിപ്പിച്ച ഒരാളാണ് മൻസൂർക്ക. ഓക്കെ, ജസ്റ്റ് അറിയണമെന്ന് എന്താ ഇത് മൻസൂർക്കയും ഞാനും കൂടിയിട്ട് ഇതാക്കുന്ന ബ്രാൻഡാണ്. ഓക്കെ, എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് ഏത് അർബൻ ഫാദർ. ഇതിൻ്റെ റിലീസിന് വേണ്ടി ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ആയിട്ട് എൻ്റെ മൈൻഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഇതിൻ്റെ ഡിസൈനും ഇതുപോലെ കാര്യങ്ങളിലായിട്ട് ഞാൻ ബിസിയായി. മനസ്സിലായി, കുറേ കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി. കാരണം ഇവന്മാർ എനിക്ക് തന്ന ഈ ഹൊറർ എനിക്ക് മറക്കാൻ വേണ്ടി കഴിഞ്ഞ 3 മാസം ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളിലായിരുന്നു. 1 മാസമേ ഷൂട്ട് ഉണ്ടായിരുന്നു, 1 മാസമേ ഫിലിം ഷൂട്ട് ഉണ്ടായിരുന്നു. ബാക്കി ടൈം ഞാൻ ഇതിലേക്ക് പോയി. പിന്നെ കുറേ റൂമിൽ തന്നെ അടച്ചിരിക്കേണ്ട വന്ന്. പക്ഷേ സ്റ്റിൽ മൻസൂർ ഖാനെ പുറത്തിറക്കും, ഇത് ചെയ്യാം അത് ചെയ്യാം. അത് ബിസിനസ്സിൻ്റെ കാര്യം, നമ്മളെ സ്ട്രീമിംഗ് സ്കൂളിൻ്റെ കാര്യം. സ്ട്രീമിംഗ് സ്കൂളിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് കുറേ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടോ. ഇങ്ങനെ കോഴ്സെല്ലാം ഇങ്ങനെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഒരാളെങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ ഈ ഒന്നിച്ചുള്ള ഉണ്ണാളം സ്ട്രീമറാക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടല്ലോ. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതാ നാട്ടുകാർ മൊത്തം സ്ട്രീമേഴ്സ് ആവട്ടെ, അതിനുള്ള മൊത്തം ചാപ്റ്റർ ബൈ ചാപ്റ്റർ പഠിപ്പിക്കാനുള്ള മൊത്തം സാധനം സെറ്റായിക്കൊണ്ട് നിൽക്കുക. പിന്നെ കുറേ പ്രൊജക്റ്റുകളുണ്ട്. അതിലൊരു പ്രൊജക്റ്റാണ് നമ്മൾ അർബൻ ഫാദർ. ഇത് റിലീസ് ചെയ്യേണ്ട ടൈമായിരുന്നു, പക്ഷേ ഇങ്ങനെല്ലാം സംഭവിച്ചു, റിലീസ് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പം ഈ അടുത്ത് തന്നെ ഞാൻ ലോഞ്ച് ചെയ്യും. UF എന്നാണ് ഷോർട്ട് ഫോമിൽ പറയാം. നമ്മളവിടെ നിർത്തിയ. പിന്നെ എനിക്ക് വേറൊരു ഇത് വന്നു, മറ്റേ ഗവൺമെന്റ് പുതിയൊരു പ്രോജക്ട്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഒരാഴ്ചക്കുള്ളിൽ പറ്റുമെങ്കിൽ പെട്ടെന്ന് വ്യൂവർഷിപ്പ് പേജും എല്ലാം പിടിച്ചു കൊണ്ടുപോകണം. അത് തന്നെ മരത്ത് സംസാരിച്ചോണ്ടിരിക്കണേ ഉള്ളൂ. പിന്നെ എന്തോന്നു, നീ ഇമാരടുത്ത് മറ്റേ കേസ് പറഞ്ഞ ഈ മമ്മൂ പുണ്ടെ അടുത്ത് മറ്റേ കഞ്ചാവിന്റെ കേസ് നീ പറഞ്ഞ? ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ പറയണ പുണ്ണെ നീ എല്ലാം ഇങ്ങനത്തെ വർത്താനം പറയുന്നുണ്ട് കോളില്. പുണ്ണിന്റെ ഫുള്ള് ആ സമയത്ത് നമുക്ക് അറിയില്ല. ആ സമയത്ത് എനിക്കറിയില്ല കേട്ടാ. ഇവൻ ഇങ്ങത്തെയാന്ന് എനിക്കറിയില്ല കേട്ടാ. കോഡിങ് അല്ലേ ഇപ്പൊ എന്താ പറഞ്ഞ? ഓലാമേ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു അണ്ടി ഇവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് 3500 രൂപയ്ക്ക് എന്ത് കഞ്ചാവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറയണ് എന്തോന്ന് അത് കൂടിയ സാധനമാണ്, അടിച്ച ഒറ്റ കിക്കി തന്നെ ഇതാവോ എന്തൊക്കെയാ പറയണ മമ്മു. ഞാൻ അതിന്റെ അടുത്ത് പോലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്ക്, ഇതിന്റെയൊക്കെ എന്തെങ്കിലും അവന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവ ഇതൊക്കെ വെച്ച് കളിക്കും. ഷമീറ, ഞാൻ നിന്റെ അടുത്ത് ഇപ്പോഴും പറയണ നീ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഗ്യാങ് ലൈവ് എന്ത് വേണോ തുടങ്ങിക്കോ. പക്ഷെ നാളെ നിനക്കൊരു ഇത് വരല്ല. ഇപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നാളെ യുവന്മാരെ കയ്യിൽ പെട്ടുപോകില്ല. യുവന്മാർക്ക് ഈ ഭീഷണി സ്വഭാവമൊക്കെ ഇപ്പോഴേ ഉണ്ട്. ഈ ജാസിക്ക് മനസ്സിലായ ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കണ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മാരുടെ അടുത്ത് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് ഇടപെടുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് ഇടപെട്, കാര്യങ്ങളെല്ലാം നോക്കിക്കോ. അത് പറയാൻ കാരണം എന്താ അറിയോ? നോക്കിയിട്ട് നീ എന്താണെന്ന് വെച്ചാൽ നോക്കി ആലോചിച്ച് ബുദ്ധിപരമായിട്ട് ചെയ്യാൻ നോക്ക്. നമ്മള് വിചാരിച്ചത് ശരി 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 ഓക്കെ, നമ്മൾ വിചാരിച്ചത് ജാസി ഈ ബ്ലാക്ക് മെയിൽ ഈ പൈസ ഇതാക്കാനുള്ള ഇതും ഷമീർ ഇതിലില്ലാന്നാണ് വിചാരിച്ചത് ആദ്യം, ഇതിനെല്ലാം മുന്നേ. മനസ്സിലായോ? പിന്നെ മനസ്സിലായ കാര്യം എന്താ അറിയോ? മൊത്തം ഇവർക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്ന ഷമീറാ. മനസ്സിലായോ? ആ ഇതിൽ സിനിമ സൈറ്റിൽ പോയിട്ട് ആ പ്രൊഡ്യൂസറെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ആ പ്രൊഡ്യൂസറെ അത് പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടോ. ആ സമയത്ത് ഞാൻ എന്തിലെവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. മുനു ആ ഷൂട്ടിംഗ് സൈറ്റിൽ പോയിരുന്നു, എന്തൊക്കെ അവിടെ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മുനുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. ഓക്കെ, അവരെ കാണാൻ എന്തിനാ മുനു ഉണ്ട് അവിടെ? മുനു ഉണ്ട് അവിടെ? മുനു കണ്ടിരുന്നത്. ഓക്കെ, ആടെ അടിച്ചിട്ട് കട്ടായിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കി. അതിന് ശേഷം ബ്ലാക്ക് മെയിൽ ചെയ്ത്, അതിന് ശേഷം അതിന് മുന്നേ ആണോ പ്രൊഡ്യൂസറിനെ പറയാം. നീ ഒന്ന് പറഞ്ഞടാ മുനു. ഇത് ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഓക്കെ, ഇന്നലെ ഷമീർ അടക്കം പറഞ്ഞാണേ മുനു ഇസജം, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം. മുനു ഒരിക്കലും കളവറിയില്ല എന്ന് ആൾക്കാർക്ക് അറിയുന്ന കാര്യം. ഷമീർ അടക്കം ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ കാര്യം, മുനു ഒരിക്കലും കളവറിയില്ല എന്ന്. ഓക്കെ, മുനു അന്ന് നടന്നെന്താ? ആദ്യം മുതലേ പറഞ്ഞു കൊടുക്കാം. കൊറേ സമയം ഉണ്ടോന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് പറഞ്ഞു. കാസ്റ്റിംഗ് വിളിച്ചത് ആദ്യം മമ്മൂനെയും ആദിലിനെയാണ്. അതിൽ ജാസി എന്റെ കാല് പിടിച്ചിട്ട് റോള് തരാന്ന് വെച്ചിട്ട് ഞാൻ കാസ്റ്റിംഗിൽ ഇട്ട് കൊടുത്തത് ആദ്യത്തെ കാര്യമാണ്. അത് സിനിമ കേട്ടിട്ട് കാസ്റ്റിംഗിന് വന്നത് എനിക്കാം. എന്നിട്ട് ഞാനാന്ന് മമ്മൂനും ആദിലിനെയും നമ്മളെ ഒറ്റ മിനിറ്റ് ഫോണിലെ ടൈം ഈസ് നോട്ട് ചേഞ്ചിങ്. ഗൈസ് ഡൗവാൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇത് ഭയങ്കര ലോങ് ആയി പോകും കേട്ടോ. ഡൗവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഷമീർ അടക്കം ഇത് ഉപയോഗിക്കുന്നതാണ്.
നമ്മൾ ഇത് കുത്തിക്കഴിഞ്ഞാൽ ഫോണിൽ ഇത് കുത്തിയിട്ട് ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈം 941 എന്നുള്ള ഫോർമാറ്റിലേക്ക് ഫുൾ ടൈം 941 ആയിരിക്കും. ഓക്കെ, ഇത് ഊരിക്കഴിഞ്ഞാൽ 11:55 കേട്ടോ, റിയൽ ടൈം കാണിക്കും. ഇത് കുത്തുമ്പോൾ ടൈം മാറേണ്ടതാണല്ലോ, ടൈം മാറി കണ്ടോ 9:41 ആവും. അതങ്ങനെയാണ് ഇതിൻ്റെ ഈ ആപ്പിൻ്റെ പ്രത്യേകതയാണ്. അത് റിസർച്ച് ചെയ്യും, അതെല്ലാം പോയി ChatGPT ചോദിക്കുക, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യും, അല്ലെങ്കിൽ നിൻ്റെ എല്ലാം ഷെമീറെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ ഇത്? വെറുതെ എനിക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇവിടെ മനുഷ്യനെ വേഷം തന്ന് കൊല്ലാൻ നോക്കിയ നീ പറ പെട്ടെന്ന്. ജാസിന് എന്നിട്ട് അതിലില്ലാത്ത ജാസി എൻ്റെ കാല് പിടിച്ചിട്ട് ഞാനാന്ന് കുത്തി കയറ്റിയ പേയ്മെൻ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ലാസ്റ്റ് സംസാരിച്ചിട്ട് അയാളെന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുക്കാന്നവരെ പറഞ്ഞതാണ്. എന്നിട്ട് ജാസി എന്താക്കിയത്, ഇവർ അതിൽ കയറ്റി ലാസ്റ്റ് അനക്കിട്ടാണ് പണി തന്നത്. ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ടിന്റെ സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ മൊത്തം മുന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ടായത്. ആടെ ഇവരെ കാര്യങ്ങൾ നോക്കാനും ആ പ്രൊഡ്യൂസറും ഇതുവരെയായിട്ടുള്ള ടോക്കും എല്ലാം മുനുവാ. ഓക്കെ, അതിൽ നിന്ന് ആ സിനിമന്റെ ഏതെങ്കിലും ഒരു പൈസ എനക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല. ഏതെങ്കിലും ഇവരെ പൈസ എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടാടാ പൈസ വന്നു. ഇവരെന്തെങ്കിലും പൈസ എന്റെ കയ്യിലേക്ക് ഇതുവരെ വന്നതായിട്ട് നിങ്ങൾക്ക് അറിയോ? അവർക്ക് ഒരു പ്രൂഫെങ്കിലും കാണിക്കാൻ പറ്റുമോ? എങ്ങനെ? നീ എന്നല്ലേ മുമ്പും കുറെ കാര്യങ്ങൾക്ക് നീ എന്നല്ലേ പ്രശ്നങ്ങൾ തീർക്കാൻ കൊടുത്തത്? എത്ര പ്രശ്നങ്ങൾ ഇവരെ അതെല്ലാം അതിലേക്കെല്ലാം ഞാൻ വരുന്നുണ്ട്. വെയിറ്റ് ആക്ക്, അതിൽ സ്കാമിന്റെ കഥകൾ കുറെ വരാണ്ട്, സ്കാമിന്റെ കഥകൾ വരാണ്ട്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ എന്താ പറയുക, വണ്ടി അയച്ച് ഇവരെന്താ പറയുക, പൈസ കൈമ കിട്ടിയാലേ വരൂ, 1.5 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. 1.5 ലക്ഷം റുപ്യ ബ്ലാക്ക് മെയില്. പ്രൊഡ്യൂസർ വിളിച്ച് ഭീഷണിപ്പെടുത്താം. 4 ആള് കാണാത്ത പടം ഓടാത്ത പടമായിരിക്കും, അതൊന്നും അനക്കാരേണ്ട ആവശ്യമില്ല, എനിക്ക് പൈസ കിട്ടിയാലേ ഞാൻ വരൂ. ഇങ്ങനെ പൈസ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്തിനാ പടം ചെയ്യുന്നു? പൈസ കിട്ടാണ് ഞാൻ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാം കിട്ടി. ഇവരെ ഈ നേച്ചറാ ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ച അതേ സാധനമാണ് അവിടെ സംഭവിച്ചത്. അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മനസ്സിലായോ? അവിടെ പോയിട്ട് അവിടെ അവര് ഉപയോഗിച്ചുകൊണ്ടെന്നെ സംസാരിച്ചാണ് എന്റെ. ഞാൻ കേട്ടെ, ജാസിക്ക് അവിടെ പോകുമ്പോ എനിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞ സിനിമയില് ഇല്ല, ജാസിക്ക് ഒരു ഉറുപ്പ് ഇല്ല. ജാസിന് ഇവർക്ക് പൈസ ഇല്ലാണ്ടാണ് ഇവർ അങ്ങോട്ട് വിളിച്ചത്. ഓക്കെ, സിനിമയിൽ അഭിനയിക്കാന്നുള്ള അത്രയും വലിയൊരു ചാൻസ് അവർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? എന്നിട്ട് നിക്ക് ഇവന്മാരിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ട് സിനിമ പകുതി എടുത്തല്ലോ, ഇനി അവരില്ലാണ്ട് എടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ പ്രൊഡ്യൂസറിനെ ഭീഷണിപ്പെടുത്താം. ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറ്റി, ഇതെല്ലാം പ്രൂഫ്ഡാണ്. നമ്മളൊരു സിനിമ ഇൻഡസ്ട്രി, ഒരു ഫുൾ മൂവിന്റെ ക്രൂവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഇതൊന്നും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ സിനിമ സൈറ്റിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നോ, എത്ര പ്രൊഡ്യൂസർമാർ, എത്ര പ്രൊഡക്ഷൻ കൺട്രോളർമാർ, എല്ലാവർക്കും അറിയുന്ന കാര്യം ഇവിടെ പറയുന്നത്. ഓക്കെ, തന്തയില്ലാതെ റൂമിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടിയാക്കാൻ അനക്ക് എത്ര തന്തുണ്ടെന്ന് ചോദിച്ചിട്ട് മമ്മു അല്ല എന്തിനാ അടിയായത് അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആടെ അവര് കഞ്ചാവ് ഉപയോഗിച്ചതിന് ഞാൻ ചോദ്യം ചെയ്തതിനാണ് എന്നെ പിടിച്ച് നിനക്ക് എത്ര തന്തുണ്ടെന്നിട്ട് എന്നോട് അടിയാക്കിയത്. എന്നിട്ടോ ആ പ്രശ്നങ്ങൾ മൊത്തം ഇപ്പോ ലാസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് ഇതായത് ഞാനല്ലേ കൊടുത്തിന് കാസ്റ്റ് ചെയ്തിട്ട് ഞാനാണ് പ്രൊഡ്യൂസറോട് സമാധാനം പറയേണ്ടി വന്നത്. 1.5 ലക്ഷം റുപ്യ കുത്തിപ്പിടിച്ചു വാങ്ങിയത്.